ഫാഷിസം എന്ന വാക്കുകൊണ്ട് നാം അർത്ഥമാക്കുന്ന അത്തരമൊരു പ്രവണത അഥവാ അധികാരത്തിൻ്റെ സമഗ്ര സ്വഭാവമുള്ള സമഗ്രാധിപത്യ അധികാരം നമ്മുടെ ജനാധിപത്യത്തെയും നാം കാത്തുസൂക്ഷിക്കുന്ന നാഗരികതയെയും നന്മകളെയുമെല്ലാം പരിപൂർണമായി ഉന്മൂലനം ചെയ്തുകൊണ്ട് മുന്നേറുന്ന വളരെ അപകടകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമ്മുടെ രാഷ്ട്രവും രാഷ്ട്രത്തോട് നമ്മളെ കണ്ണിചേർക്കുന്ന നവീനമായ ജനാധിപത്യപരമായ ആശയങ്ങളും അതിന് കരുത്ത് പകരുന്ന സാംസ്കാരികവും നവോത്ഥാനപരവുമായ മൂല്യങ്ങളും എല്ലാം നിഷേധിച്ചുകൊണ്ടാണ് അത്തരമൊരു മതേതര ബഹുസ്വര സാംസ്കാരിക ഇന്ത്യയുടെ ഒരു ജനാധിപത്യ ഭാവനകളുടെ എതിർപക്ഷത്തേക്ക് രാഷ്ട്രത്തിൻ്റെ അധികാരം കൈയാളുന്ന ഭരണവർഗവും അവരെ നിയന്ത്രിക്കുന്ന ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രവും ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ആ രാഷ്ട്രം വിഭാവന ചെയ്യുന്ന മഹത്തായ മാനവീയമായ മൂല്യങ്ങളെ അത് ഭരണഘടനാപരമായി രൂപപ്പെടുത്തിയ ജനപങ്കാളിത്തത്തോടെ ബഹുസ്വരമായ പങ്കാളിത്തത്തോടെ യോജിച്ച് വികസിപ്പിച്ചെടുത്ത ജനാധിപത്യപരമായ മൂല്യങ്ങളെ, ഭാവനകളെ, ആശയങ്ങളെ അതിനെ നിഷേധിക്കുന്ന ഒരു ശക്തിയായി ആ ഭരണഘടന നടപ്പിലാക്കേണ്ട ഒരു അധികാരിവർഗം മാറുന്ന ഒരു കാലം ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമാണ്. നമുക്ക് നമ്മളെല്ലാം ചേർത്ത് നിർത്തുന്ന ഏക പുസ്തകം ഏത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കെല്ലാം നമ്മുടേതായ പുസ്തകങ്ങളുണ്ട്. മതത്തിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്വത്വത്തിൻ്റെയൊക്കെ പലതരം ടെക്സ്റ്റുകൾ നമുക്ക് പ്രിയപ്പെട്ടതാണ്. പക്ഷെ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരൊറ്റ സിംഗിൾ ടെക്സ്റ്റേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഉയർത്തിപ്പിടിക്കാനുള്ളൂ. മറ്റൊന്നിനെ നിഷേധിച്ചുകൊണ്ടല്ല, അത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. കാരണം അത് നമ്മൾ എന്ന് നിർവചിച്ച് ആരംഭിക്കുന്ന ഒന്നാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അത് മറ്റാരുടേതുമല്ല. വരേണ്യരെന്നോ അല്ലെങ്കിൽ അവർണരെന്നോ അങ്ങനെയുള്ള വേർതിരിവുകളില്ലാതെ ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തുന്ന ഒരു സങ്കല്പനമാണ് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന വിശാലമായ മതേതര ജനാധിപത്യം എന്ന് പറയുന്നത്. അതൊരു മറ്റ് രാഷ്ട്രങ്ങളിലെ ഭരണഘടനകൾ ഒരു പക്ഷേ മുന്നോട്ട് വെക്കുന്ന പൗരന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്ന മൗലികമായ ചില അവകാശങ്ങളും അധികാരങ്ങളും എന്നതിനപ്പുറത്തേക്ക് വളരെ സവിശേഷമായ സാമൂഹ്യ ഘടനയും വൈജാത്യങ്ങളും വ്യത്യാസങ്ങളും വേർതിരിവുകളുമുള്ള അതിസങ്കീർണമായ ഒരു സാമൂഹ്യ ഘടനയെ, ഒരു സമൂഹത്തെ തുല്യതയിലേക്കും നീതിയിലേക്കും സമത്വത്തിലേക്കും സാഹോദര്യത്തിലേക്കും പരിവർത്തിപ്പിക്കാൻ ആവശ്യമായ ഒരു ട്രാൻസ്ഫോർമേറ്റീവായിട്ടുള്ള പരിവർത്തനോന്മുഖമായ ഒരു ടെക്സ്റ്റാണ് നമ്മുടെ ഭരണഘടന. ട്രാൻസ്ഫോർമേറ്റീവായ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തു നിന്നുകൊണ്ട് ഈ രാജ്യത്തെ നവോത്ഥാനം മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ പ്രസ്ഥാനങ്ങളും വിപ്ലവ പ്രസ്ഥാനങ്ങളും ജനകീയ മുന്നേറ്റങ്ങളും നിർവഹിക്കുന്നത് പോലെയുള്ള ഒരു വലിയ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക വിപ്ലവത്തെ തന്നെ യഥാർത്ഥ മുന്നോട്ട് വെക്കുന്ന ഒരു ഇന്ത്യൻ ഡെമോക്രാറ്റിക് റവല്യൂഷൻ്റെ മാനിഫെസ്റ്റോ പോലെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന. അതുകൊണ്ട് അത്തരം ഒരു ഭരണഘടന നടപ്പിലാകുമ്പോഴാണ്, അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ ലെറ്റർ ആൻഡ് സ്പിരിറ്റിൽ ആ ഒരു ഭരണഘടന ജനങ്ങൾക്ക് വേണ്ടി അത് പൂർണ്ണമായി പ്രായോഗികമാക്കപ്പെടുമ്പോഴാണ്, നടപ്പിലാക്കപ്പെടുമ്പോഴാണ് നമ്മുടെ നീതി സങ്കല്പങ്ങൾക്ക് പൂർണ്ണതയുണ്ടാവുക, നമ്മുടെ ജനാധിപത്യ ഭാവനകൾക്ക് അർത്ഥമുണ്ടാവുക. അതുകൊണ്ട് ഈ ഭരണഘടന ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുക എന്ന ദൗത്യം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം പാർലമെൻ്ററി ഡെമോക്രസിയിൽ നമ്മൾ നമ്മുടെ വോട്ടവകാശം എന്ന് പറയുന്ന ഒരു പൗരൻ്റെ ഏറ്റവും മൂല്യവത്തായ അവകാശം വിനിയോഗിച്ച് നാം തിരഞ്ഞെടുത്ത്
ഓരോ 5 വർഷത്തിലും ഏൽപ്പിക്കുന്ന ഭരണകൂടത്തിന് അതിനെ നിയന്ത്രിക്കുന്നവർക്ക് ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഭരണഘടനാ നൈതികത എന്ന് പറയുന്നത് ഭരണഘടനയേക്കാൾ പ്രധാനമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സെൽഫ്. ഭരണഘടനയേക്കാൾ പ്രധാനം. ആ ഭരണഘടനാ നൈതികത പാലിക്കേണ്ടത് ഒരുപക്ഷെ ജനങ്ങളെക്കാൾ അധികം അതിനെ നിയന്ത്രിക്കുന്ന, അത് നടപ്പിലാക്കേണ്ട ഭരണനിർവഹണത്തിൽ ഏർപ്പെടുന്നവരാണ്. പക്ഷേ അവിടെയാണ് നമ്മുടെ രാഷ്ട്രം ഇന്ന് വലിയ നിലയിൽ വഞ്ചിക്കപ്പെടുന്നത്. ഭരണഘടനാപരമായ എല്ലാ മൂല്യങ്ങളെയും നിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ദിശയിലേക്ക് അനുദിനം രാഷ്ട്രത്തെ കൊണ്ടുപോവുകയും നമ്മുടെ ജനാധിപത്യത്തെ തന്നെ ഏകദേശം പൂർണ്ണമായി നിഗ്രഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദുരന്തത്തിൻ്റെ മുമ്പിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഇന്ത്യയിൽ ഇന്ന് നടമാടുന്ന ഈ സമഗ്രാധിപത്യ പ്രവണതയെ അതൊരു ഇന്ത്യൻ ഫാഷിസം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരുപക്ഷെ ഫാഷിസം എന്ന പേരിൽ ലോകത്ത് യൂറോപ്പോ മറ്റിതര പ്രദേശങ്ങളോ സാക്ഷ്യം വഹിച്ച ഏത് ടോട്ടാലിറ്റേറിയൻ ഈ ഭരണകൂട കേന്ദ്രീകൃതമായ ആധിപത്യ സംവിധാനത്തെക്കാൾ വളരെ അപകടകരവും വ്യത്യസ്തവുമായ ഒന്നായി ഇന്ത്യൻ ഫാഷിസം ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതൊരു സ്റ്റേറ്റ് എന്ന നിലയിൽ മാത്രമല്ല, ഒരു പാർട്ടിയുടെ ആധിപത്യം എന്ന് മാത്രമല്ല, ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ഒലിഗാർക്കിയുടെ ഒരു തരം ഡോമിനൻസ് എന്ന നിലയിൽ മാത്രമല്ല, അതിനേക്കാൾ അപകടകരമായി വളരെ ഡിവൈൻ സാങ്ഷനോട് കൂടിയുള്ള പവിത്രമായ അധികാര ഘടനയുടെ പിൻബലത്തോടു കൂടിയുള്ള ഒരു വംശീയ ജനവിരുദ്ധ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു ഡോമിനൻസ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഫാഷിസം ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതതിൻ്റെ സ്വഭാവത്തിൽ തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് സ്റ്റേറ്റും മറുഭാഗത്ത് നിൽക്കുന്ന വിക്ടിമൈസ് ചെയ്യപ്പെടുന്ന ജനങ്ങളും എന്ന മാനമല്ല ഇന്ത്യൻ ഫാഷിസത്തിനുള്ളത്. വളരെ ആഴത്തിലുള്ള ഒരു ഫാസിസ്റ്റ് ദാർശനികത അതിനകത്തുണ്ട്. ഒരു വളരെ സമഗ്രാധിപത്യപരമായ വംശീയമായ ഉള്ളടക്കമുള്ള ഒരു ദൈവശാസ്ത്രം അതിൻ്റെ പിന്നിലുണ്ട്. അതാണ് ഏറ്റവും അപകടകരമായ കാര്യം. നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് പോലെ ഈ ഇന്ത്യൻ ഫാഷിസത്തിൻ്റെ ഇന്നത്തെ നേതാക്കൾ അഥവാ അതിൻ്റെ വക്താക്കൾ നമുക്കാർക്കും തർക്കമില്ല. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ലോകം കണ്ട ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനമായി മാറിയിരിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘാണ്, RSS ആണ് അതിനെ ഇന്ന് നിയന്ത്രിക്കുന്നത്. അതിൻ്റെ കീഴെയാണ് അവരുടെ രാഷ്ട്രീയ രൂപമായ BJPയും പിന്നീട് ആയിരക്കണക്കായ വ്യത്യസ്തമായ സംഘപരിവാറിൻ്റെ പലതരം ബഹുമുഖമായ രൂപങ്ങളുമെല്ലാം ഈ RSSൻ്റെ കീഴിൽ പരസ്പര പൂരകമായി പ്രവർത്തിച്ച് രാഷ്ട്രത്തെ ജനങ്ങളെയും അവർ വെറുക്കുന്ന ന്യൂനപക്ഷങ്ങളെയും പാർശ്വവൽക്കൃത വിഭാഗങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും തൊഴിലാളികളെയും അങ്ങനെ ഈ രാജ്യത്തെ ഏതാണ്ട് 90-95% വരുന്ന ജനങ്ങളെ മറുപക്ഷത്ത് നിർത്തിയിട്ട് അവരെ പല നിലയ്ക്കും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന, ഒപ്രസ് ചെയ്യുന്ന, അവരെ പല നിലയ്ക്കും വിഘടിപ്പിക്കുന്ന, ധ്രുവീകരിക്കുന്ന ഒരു വളരെ ഭ്രാന്തമായ ഒരു അധികാര പ്രയോഗമാണ് സത്യത്തിൽ ഇന്ത്യയിൽ നടത്തപ്പെടുന്നത്. ഇതിൻ്റെ വേരുകളെക്കുറിച്ചൊക്കെ ഈ ഫാഷിസം, ഇന്ത്യൻ ഫാഷിസം എന്ന നിലയിൽ RSS പ്രതികരിക്കുന്ന, സംഘപരിവാർ പ്രതികരിക്കുന്ന, BJP ഇന്ന് നടപ്പിലാക്കുന്ന ഈ ഒരു ഇന്ത്യൻ ഫാഷിസത്തിൻ്റെ പ്രചോദനങ്ങൾ, അതിൻ്റെ വികാസം, അതിൻ്റെ പരിണാമങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ പല കാര്യങ്ങളും നമ്മുടെ ഈ നയരേഖയിലടക്കം ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യത്തിൽ നമുക്ക് തർക്കം ഉണ്ടാവില്ല. RSSകാർ നോക്കുന്നത് ഇറ്റലിയിലേക്കാണ്, അവരുടെ മാതൃക എന്ന് പറയുന്നത്. കാരണം അവർ മുസോളിനിയെ നോക്കുന്നു, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. ജർമ്മനിയിലേക്ക് അവർ നോക്കുന്നു, ഹിറ്റ്ലർ അവർക്ക് വളരെപ്പെട്ട അവരുടെ ആത്മമിത്രമാണ്. അതുകൊണ്ട് ഈ ലോക ഫാഷിസ്റ്റ് നാസിസത്തിൻ്റെ തലവന്മാരായ ഹിറ്റ്ലറും മുസോളിനിയുമാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. മാഷിൻ്റെയൊക്കെ ഗ്രന്ഥങ്ങളിൽ പലപ്പോഴും പരാമർശമുള്ളതുപോലെ. കാരണം സംഘപരിവാർ ഈ രാജ്യത്ത് RSS കെട്ടിപ്പടുത്ത് അവരുടെ ഈ വംശീയ ബ്രാഹ്മണിക്കൽ ഉന്മൂലന പദ്ധതി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ തന്നെ ഇന്ത്യൻ സംഘപരിവാർ ശക്തികൾ മാതൃകയായി സ്വീകരിക്കാൻ നേരിട്ട് പോയി സന്ദർശിച്ചത് അവർ ഹിറ്റ്ലറെയും മുസോളിനിയൊക്കെയാണ്. മൂഞ്ചയൊക്കെ 1931 മാർച്ചിലുമൊക്കെ പോയിട്ട് മുസോളിനിയെ കാണുകയും എങ്ങനെയാണ് അവിടെ അവർ വെറുക്കുന്ന
നാസിസ്റ്റുകൾ വെറുക്കുന്ന, അവർ ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജനസമൂഹങ്ങളെ പൂർണ്ണമായി എങ്ങനെയാണ് തുടച്ചു നീക്കിയത്, അവരെ എങ്ങനെയാണ് കൊന്നൊടുക്കിയത്, ആ കൊന്നൊടുക്കാൻ അവർ സ്വീകരിച്ച പലതരം സ്ട്രാറ്റജികൾ എന്തെല്ലാമാണ്, നുണപ്രചരണങ്ങൾ എങ്ങനെയാണ്, അധികാര പ്രയോഗ രീതികളുടെ സ്വഭാവം എങ്ങനെയാണ്, അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകൾ അസാധ്യമാക്കുന്ന രീതിയിൽ ജനങ്ങളെ വിഘടിപ്പിച്ച പദ്ധതികൾ, യൂത്ത്, സ്റ്റുഡൻസിനെ, ചെറുപ്പക്കാരെ, തൊഴിലാളികളെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്, അവരെ എങ്ങനെയാണ് മാസ്റ്റർ മൈൻഡ് ചെയ്തത്, ഇതെല്ലാം ഇറ്റലിയിൽ പോയി ഗുരുനാഥനായി കണ്ട് അങ്ങനെ മുസോളിനിയിൽ നിന്ന് പഠിച്ച് ഇതാണ് ഏറ്റവും വിശാലമായ മാതൃകയെന്ന് സാക്ഷ്യപ്പെടുത്തിയവരാണ്. നമുക്കറിയാം, ജൂതന്മാരെ കൂട്ടമായി ഇങ്ങനെ കൊല ചെയ്ത, വംശീയമായവരെ ഉന്മൂലനം ചെയ്ത ഹിറ്റ്ലറുടെ ആ മാതൃക ദേശസ്നേഹികൾക്ക് ഏറ്റവും ഉദാത്തമായ മാതൃകയാണ്. ഇന്ത്യയിൽ മുസ്ലിങ്ങളെയും കൈകാര്യം ചെയ്തിട്ട് ഏതാണ്ട് അതുപോലെയാണ് എന്നാണ് യഥാർത്ഥ സവർക്കറെ പോലെ, ഗോൾവാൾക്കറെ പോലുള്ള ആൾക്കാർ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇതൊരു മാതൃകയാണ്. ഗ്യാസ് ചേമ്പറിലിട്ട് ലക്ഷക്കണക്കിന് ജൂതന്മാരെ, കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ, തൊഴിലാളികളെ ആകമാനം ഇങ്ങനെ വറുത്ത് കൊന്നത് ഇന്ത്യക്ക് മാതൃകയാണ്. അങ്ങനെയാണ് ഇന്ത്യയിൽ നാം വെറുക്കുന്ന വിഭാഗങ്ങളെ, മുസ്ലിങ്ങൾ ഉൾപ്പെടെ ഉള്ളവരെ കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്. വിചാരധാരയ്ക്കകത്ത് ഇപ്പോൾ അവർ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. വിചാരധാരയുടെ പഴയ പതിപ്പും പുതിയ പതിപ്പും തമ്മിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പുതിയ കാലത്ത് കൂടെ നിർത്താനും ആയുധം കൊടുത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉപയോഗിക്കാനും ഒക്കെ ഉള്ള സമൂഹങ്ങൾക്ക് നേർക്ക് നേരെ പറഞ്ഞ പല വചനങ്ങളും ഇപ്പോൾ തിരുത്തിയിരിക്കുന്നു. അതിലൊന്നാണ് പഴയ വിചാരധാരയുടെ 501 പേജിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ അത് കാണുന്നില്ല. മണ്ണിൻ്റെ മക്കളായ അസുരവിത്തുകളെ ഉന്മൂലനം ചെയ്ത് മാനവധർമ്മത്തിൻ്റെ സ്വേച്ഛാധിപത്യം സ്ഥാപിക്കുകയാണ് നമ്മളിൽ പരമ്പരാഗതമായി അർപ്പിതമായിരിക്കുന്ന കടമ. മണ്ണിൻ്റെ മക്കളായ അസുരന്മാരാരാണെന്നറിയാമല്ലോ. ഈ അസുരവിത്തുകളെ ഉന്മൂലനം ചെയ്ത് മാനവധർമ്മം എന്ന് പറഞ്ഞാൽ അവരുടെ ധർമ്മം സനാതനധർമ്മമാണ്, അത് ജാതിധർമ്മമാണ്, അത് വർണ്ണധർമ്മമാണ്. അപ്പോൾ അത് നടപ്പിലാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ തിരുത്തിയിരിക്കുക. കാരണം ഇഴവരെയും പുലിയരെയും പറയരെയും പട്ടികജാതിക്കാരെയൊക്കെ RSSലോട്ട് കൊണ്ടുവരണ്ട്. നിന്നെ കൊല്ലാൻ വേണ്ടിയാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ അത് മായ്ച്ചു കളയും. ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ജർമ്മനിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നു, പിന്നെ ഇറ്റലിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നു. ആ ഒരു വംശീയ വിരോധത്തിൻ്റെയും പ്രയോഗത്തിൻ്റെ രീതികൾക്കൊപ്പം ഇന്ന് പുതിയ പ്രവണതകൾ, പ്രത്യേകിച്ചും ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേരും ഇടതുപക്ഷക്കാരായതുകൊണ്ട് ക്രിമിനൽ ക്യാപിറ്റലിസത്തിൻ്റെയും ഈ വെസ്റ്റേൺ ഈ എക്കണോമിയുടെയൊക്കെ തന്നെ ചങ്ങാത്തവും കൂടി ഇപ്പോൾ അതിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു രാഷ്ട്രത്തിന് മാത്രം അകത്തുനിന്ന്, ഇന്ത്യയിൽ പോലും ലോകത്തെവിടെയും ഇത്തരം ഫാഷിസ്റ്റ് അധികാര പ്രയോഗങ്ങൾ ആ രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രത്തിനകത്തും ഭൂപടങ്ങൾക്കകത്തും മാത്രം ഒതുങ്ങി നിൽക്കുകയല്ല ചെയ്യുന്നത്. അതാത് രാഷ്ട്രങ്ങൾക്കകത്ത് അവരുടെ വംശീയ അജണ്ടകളും ഈ ഫാസിസ്റ്റ് അജണ്ടകളും ജനങ്ങളുടെ മേൽ പ്രയോഗിക്കുമ്പോൾ തന്നെ അത്തരം പ്രയോഗങ്ങൾക്ക് വിശാലമായ ഒരു ഗ്ലോബൽ പരസ്പര പിന്തുണ തേടിയെടുത്തുകൊണ്ട് ഫാഷിസം കൂടുതൽ കരുത്താർജിക്കുന്ന ഒരു കാലമാണ്. അവർ പരസ്പര സഹായത്തോടു കൂടി നിലകൊള്ളുന്ന, അതുകൊണ്ടാണ് ലോകത്തെ ദുർബല രാജ്യങ്ങളെയും ഇത്തരം സമഗ്രാധിപത്യ പ്രവണതകളെ ചോദ്യം ചെയ്യുന്ന രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തെയൊക്കെ ഇന്ന് ഏകധ്രുവ ലോകത്തിൻ്റെ വക്താക്കളായി വേട്ടയാടുമ്പോൾ ഒരേ സ്വരത്തിൽ അതിന് കൂടെ നിൽക്കുന്നത്. പലസ്തീനെ ഇല്ലായ്മ ചെയ്യാൻ, പലസ്തീൻ ജനതയെ ഇല്ലായ്മ ചെയ്യുമ്പോൾ ഇന്നത്തെ ഇന്ത്യ ഇസ്രയേലിനോടൊപ്പമാണ്. കഴിഞ്ഞ ഇന്ത്യ അങ്ങനെയല്ല. ഒരു പക്ഷേ നെഹ്റുവിയൻ ഡെമോക്രസിയുടെ ആദ്യകാലങ്ങളിലും അതിനുശേഷം ഇന്ദിരാഗാന്ധിയുടെ കാലം വരെയും ഒരുപക്ഷെ അത്തരം അനീതികളുടെ കാര്യത്തിൽ, അത്തരം പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ അവിടെ ജനങ്ങൾക്കൊപ്പവും വിക്ടിമൈസ് ചെയ്യപ്പെടുന്ന രാഷ്ട്രങ്ങൾക്കൊപ്പവും നിന്ന നിലപാടുകളായിരുന്നു നമ്മുടെ ഇന്ത്യയുടേത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം ഇസ്രായേലിൻ്റെ കാര്യത്തിലാണെങ്കിലും പലസ്തീൻ്റെ കാര്യത്തിലാണെങ്കിലും ഇനി ഒരുപക്ഷെ ഇറാൻ ആക്രമിക്കപ്പെടുമ്പോൾ അമേരിക്കയുടെ ഭാഗത്താണ് ഇന്ത്യ നിലകൊള്ളുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ പോക്ക്. അപ്പോൾ ഇന്ത്യൻ ഫാഷിസത്തിലേക്ക് സംബന്ധിച്ചുള്ള പ്രത്യേകിച്ച് സ്പെസിഫിക്കായി അതിനകത്ത് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇവർ പ്രചോദനം ഉൾക്കൊള്ളുന്ന ഇത്തരം ധാരകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വികസിക്കുകയും ഇന്ന് ആഗോളതലത്തിലുള്ള ഇത്തരം ഈ വൈറ്റ് ഇമ്പീരിയലിസത്തിൻ്റെ, വെസ്റ്റേൺ ഇമ്പീരിയലിസത്തിൻ്റെ എല്ലാം ചങ്ങാതിമാരായി മാറുകയും ചെയ്തിരിക്കുന്നു. ഈ ഇന്ത്യൻ ഫാഷിസം എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് എവിടെയാണ് ഇത് വ്യത്യാസപ്പെടുന്നത് എന്നതാണ്. ഒന്ന്, ഹിറ്റ്ലറിൽ നിന്നും മുസോളിനിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് സംഘപരിവാർ കൂടുതൽ അക്രമോത്സുകമായി, ഹിംസാത്മകമായി ഇന്ത്യയിൽ വികസിച്ചു വന്നത് എന്നും പ്രവർത്തിക്കുന്നത് എന്നും ഉള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. പക്ഷേ അവിടെ ഈ ഹിറ്റ്ലർക്ക് ആരാണ് പ്രചോദനം കൊടുത്തത്? മുസോളിനിക്ക് ഇത്തരം ഒരു ആശയം, ഒരു സൂപ്പർമാൻ കൺസെപ്റ്റ്,
ഫാസിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഒന്ന് സൂപ്പർമാൻ കൺസെപ്റ്റാണ്. ഞങ്ങളാണ് വാഴ്ത്തപ്പെട്ടവർ, ലോകത്തെ ഭരിക്കാൻ ദൈവികമായി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഞങ്ങളാണ്, അതിനുള്ള എല്ലാ വംശപരമായ മഹിമയും ഞങ്ങൾക്ക് മാത്രമാണ് എന്ന് ഒരു ന്യൂനപക്ഷ അധീശവർഗം സ്വയം പ്രഖ്യാപിക്കുകയാണ്. അവർ സ്വയം തീരുമാനിക്കുകയാണ്. എന്നിട്ട് അവർ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും ഇങ്ങനെ അടക്കി ഭരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സൂപ്പർമാൻ കൺസെപ്റ്റ് അത് ഫാഷിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ സൂപ്പർമാൻ കൺസെപ്റ്റ് ഹിറ്റ്ലർക്ക് നൽകിയത് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ പല ഉത്തരങ്ങളും ഉണ്ടാകാം. ഹിറ്റ്ലറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചില പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഗുരുനാഥൻ ഫ്രെഡറിക് നിഷയാണെന്നാണ് ഹിറ്റ്ലർ പറയുമായിരുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിഷയിൽ നിന്നുമാണ്, ഫ്രെഡറിക് നിഷയിൽ നിന്നുമാണ് ഹിറ്റ്ലർ തൻ്റെ ഫാസിസത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചത് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ നിഷയുടെ പ്രതിമയുടെ മുമ്പിൽ നിന്ന് തൻ്റെ ഫോട്ടോ എടുത്ത് അത് ഹിറ്റ്ലർ പ്രചരിപ്പിച്ചതായും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രത്തോളം നിഷയെ ഗുരുവായി ഹിറ്റ്ലർ കണ്ടിരുന്നു. തൻ്റെ സഹോദരനെ ഇത്ര വലിയ ആചാര്യനായി കണ്ട ഹിറ്റ്ലർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഫ്രെഡറിക് നിഷയുടെ സഹോദരി എഴുതിയ കത്ത് ലോകത്ത് പ്രസിദ്ധമാണ്. അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ ഒരു വലിയ കുടുംബപരമായ സൗഹൃദമുണ്ടായിരുന്നു. അപ്പോൾ ഈ നാസി വംശ പരമ്പരയിൽ അഗണ്യമായ ഒരു തരം സ്ഥാനമാണ് ഫ്രെഡറിക് നിഷയ്ക്ക് ഉള്ളത്. ഫാഷിസത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പൊതുവിൽ ലോകം ഫ്രെഡറിക് നിഷയെ അക്കാരണത്താൽ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൽ നമ്മൾ നോക്കട്ടെ. റിച്ചാർഡ് ഡോക്ടറെ പോലെയുള്ളവർ ഇത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സഹോദരിയുടെ കാര്യം ഞാൻ പറഞ്ഞതൊക്കെ തന്നെയുണ്ട്. ഇനിയും ഈ നിഷയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എവിടെ നിന്നാണ് ഈ പ്രചോദനം കിട്ടിയത്? ഈ ചിന്തയ്ക്ക് സൗരാഷ്ട്ര മതത്തിൻ്റെ ദർശനം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള സൂപ്പർമാൻ കൺസെപ്റ്റാണ്, അങ്ങനെയുള്ള. അപ്പോൾ അതിന് ഈ പറയുന്ന വംശീയ സിദ്ധാന്തം രൂപപ്പെടുത്താൻ നിഷയെ സഹായിച്ചത് എന്താണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ആ ഭാഗമാണ് ഇന്ത്യൻ ഫാഷിസത്തിൻ്റെ വേരുകളിലേക്ക് തിരയുമ്പോൾ നമുക്ക് പ്രസക്തമായി തോന്നുന്ന ഒരു കാര്യം. അത് അദ്ദേഹത്തിൻ്റെ ഈ ജനവിരുദ്ധമായ വളരെ ഹിംസാത്മകമായ ഈ വംശീയ സമഗ്രാധിപത്യ പദ്ധതിക്കും ആ ദർശനത്തിനും ഹിറ്റ്ലറിൻ്റെ അധ്യാപകനായ ഫ്രെഡറിക് നിഷയെ ഏറ്റവും അധികം ആരാധിച്ചിരുന്ന ഒരു മനുഷ്യൻ ആരായിരുന്നു? അദ്ദേഹം ഇന്ത്യക്കാരനായിരുന്നു. ഫ്രെഡറിക് നിഷയെ എൻ്റെ ഗുരുനാഥൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യൻ വംശജനായ ഇന്ത്യക്കാരനായ സുമതി ഭാർഗവനായിരുന്നു. അവിടേക്ക് ഒരു പക്ഷേ എത്രത്തോളം നമുക്ക് ഇന്ത്യൻ ചരിത്രകാരന്മാർക്കും ഫാസിസ്റ്റ് വിരുദ്ധ സൈദ്ധാന്തികർക്കും സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് അവ്യക്തതയുണ്ട്. എങ്കിലും ഈ പറയുന്ന അദ്ദേഹം സുമതി ഭാർഗവൻ, ഈ സുമതി ഭാർഗവൻ്റെ മറ്റൊരു പേരാണ് മനു എന്ന് പറയുന്നത്. മനുവിൻ്റെ ഒറിജിനൽ പേര് സുമതി ഭാർഗവൻ. ഈ സുമതി ഭാർഗവനാണ് ഈ പറയുന്ന അവർ വിശേഷിപ്പിക്കുന്ന ആര്യൻ അധിനിവേശത്തിൻ്റെയും അല്ലെ ആര്യൻ വംശീയ മേൽക്കോയ്മയുടെയൊക്കെ തന്നെ ഒരു പഴയകാല വേദപ്രമാണ കാലമുണ്ടല്ലോ, വൈദിക കാലം. ആ വൈദിക കാലത്തിൻ്റെ വിശുദ്ധ ദൈവശാസ്ത്രങ്ങളെ വെച്ചുകൊണ്ട് തദ്ദേശീയരായ ഇന്ത്യൻ ജനതകളെ അവരെ അടിമകളാക്കി അവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച് അതിനൊരു ദൈവശാസ്ത്രം വേദങ്ങളിലൂടെ സൃഷ്ടിച്ചെടുത്ത ആ ഒരു വംശീയ പദ്ധതി ഈ രാജ്യത്ത് നടപ്പിലാക്കിയപ്പോൾ അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളുടെ കാലമാണ് BC 5-ാം നൂറ്റാണ്ട് മുതലുള്ള ബുദ്ധൻ്റെ കാലഘട്ടം ഇന്ത്യ ചരിത്രത്തിൽ. അപ്പോൾ ആര്യൻ ബ്രാഹ്മണിക്കൽ വംശീയതയെ ഏറ്റവും സമഗ്രമായി ചോദ്യം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ പ്രത്യയശാസ്ത്രപരമായ പ്രതിരോധമുയർത്തിയത് ഗൗതമ ബുദ്ധനാണ്, തർക്കമില്ല. ആ ഗൗതമ ബുദ്ധൻ്റെ ആശയ വിപ്ലവത്തിൻ്റെ അടിത്തറയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആര്യൻ ബ്രാഹ്മണിക്കൽ ഹെജിമണിയെ ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമഗ്ര ജനാധിപത്യ പോരാട്ടം മൗര്യന്മാർ ഉയർത്തുന്നത്. ആ മൗര്യന്മാരുടെ നാഗപരമ്പരയിൽപ്പെട്ട മൗര്യന്മാരുടെ അശോകനെ പോലുള്ളവർ പ്രതിനിധീകരിക്കുന്ന, ബൃഹദരഥനെ പോലുള്ളവർ പ്രതിനിധീകരിക്കുന്ന വലിയ ജനാധിപത്യ പോരാട്ടം,
ആ പോരാട്ടത്തിൻ്റെ ഒടുവിലാണ് നമുക്കറിയാം അശോകൻ ഭരണാധികാരിയായി മാറുന്നത്. അശോകനെ ഭരണാധികാരി എന്ന് വിളിക്കുമ്പോഴും അദ്ദേഹത്തെ ലോകം അറിയപ്പെടുന്നത് ക്ഷേമരാഷ്ട്രത്തിന് ഉപജ്ഞാതാവ് എന്ന നിലയിലാണ്. ഒരേ സമയം ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമല്ല പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും മൈത്രിയും സമഭാവനയും സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന വിശാലമായ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന കൺസെപ്റ്റ് ഒരുപക്ഷെ ലോകത്തിന് സംഭാവന ചെയ്തതിൽ പ്രധാനപ്പെട്ട ആളായി അശോകനെ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ മൗര്യന്മാരുടെ വരവായിരുന്നു ആദ്യത്തെ ബ്രാഹ്മണിക്കൽ ഋഗ്വേദിക കേന്ദ്രീകൃതമായി വികസിച്ചു വന്ന് ആധിപത്യത്തിലേക്ക് വന്ന് അസമത്വം വിതച്ച ഇന്ത്യൻ ഈ ഏകാധിപത്യ ബ്രാഹ്മണിക്കൽ ഡോമിനേഷനെ ചലഞ്ച് ചെയ്തത് ഈ മൗര്യന്മാരുടെ വിപ്ലവമാണ്. BC 6-ാം നൂറ്റാണ്ട്. ആ വിപ്ലവം ഒടുവിൽ എവിടെ എത്തിയെന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രം ഉപയോഗിച്ച് മനുഷ്യരെ അടിച്ചമർത്തുന്നതും അവരെ അടിമകളാക്കുന്നതും അവരെ ചൂഷണം ചെയ്യുന്നതും അതിൻ്റെ പേരിൽ മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നിരോധിക്കുന്ന ഒരു കാലഘട്ടം. അശോകൻ്റെ കാലഘട്ടത്തിൽ അറിയാമല്ലോ, യജ്ഞങ്ങൾ നിരോധിച്ചു. ഒരു യാഗമെന്നൊക്കെ പറഞ്ഞാൽ അശ്വമേധയാഗത്തിന് 500 പശുക്കളെയും 500 കുതിരകളെയും 500 പിന്നെ എരുമകളെയും എല്ലാം ഈ യാഗത്തിൻ്റെ ഭാഗമായി ഹോമിക്കുന്നതും മദ്യം കുടിക്കുന്നതും എന്നിട്ട് ആ മാംസം യജ്ഞകർത്താക്കളായ പുരോഹിതന്മാരായ ബ്രാഹ്മണർ വീതിച്ചെടുത്ത് ഭക്ഷിക്കുന്നതുമായ ചടങ്ങായിരുന്നു യഥാർത്ഥത്തിൽ ശതപഥ ബ്രാഹ്മണം പോലെയുള്ള ഭാഗങ്ങൾ വായിച്ചാൽ നമുക്ക് ഈ അശ്വമേധയാഗമെന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ വലിയ കൊടുങ്കൊല, മനുഷ്യരെ കൊല്ലും നരമേധയാഗവുമുണ്ട്, ഇതേപോലെ അശ്വമേധയാഗവും യാഗപരമ്പരകൾ ഇതെല്ലാം നിരോധിക്കപ്പെട്ടു. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും തുല്യരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഭരണവ്യവസ്ഥ ഇന്ത്യയിലുണ്ടായി എന്നതാണ്. അതിനെ ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് പൗരാണിക ഇന്ത്യയിലെ ജനാധിപത്യ വിപ്ലവം എന്നാണ്. റവല്യൂഷൻ പൗരാണിക ഇന്ത്യയിൽ നടന്ന ഒരു വലിയ വിപ്ലവം തന്നെയാണ് ഈ മൗര്യന്മാർ നടത്തിയ വിപ്ലവം. ആ വിപ്ലവത്തിനെതിരെയുള്ള പ്രതിവിപ്ലവം. ഇങ്ങനെ ഈയൊരു വംശീയ ബ്രാഹ്മണിക്കൽ ആധിപത്യത്തിനെതിരെയും അവരുടെ ഏകാധിപത്യത്തിനെതിരെയും ഉയർന്നു വന്ന ഒരു ജനകീയമായ വിശാലമായ മൈത്രി കേന്ദ്രീകൃതമായ സാഹോദര്യത്തെ അധിഷ്ഠിതമായ ബൗദ്ധ ദർശനത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ജനാധിപത്യ വിപ്ലവം ഇനി ഒരിക്കലും ഈ രാജ്യത്ത് ആവർത്തിക്കാൻ പാടില്ല എന്ന തീഷ്ണമായ തീവ്രമായ തീരുമാനത്തിൽ നിന്നുമാണ് മനുസ്മൃതി പോലുള്ളൊരു ഗ്രന്ഥം എഴുതണം എന്ന് തീരുമാനിക്കപ്പെട്ടത് എന്നാണ് നമുക്ക് വായിക്കാൻ കഴിയുക. അത് പ്രത്യേകിച്ചും സുമതി ഭാർഗവൻ, ഞാൻ മുമ്പേ പറഞ്ഞു, എഴുതുന്ന സാഹചര്യം എന്ന് പറയുന്നത് മൗര്യ സാമ്രാജ്യത്തിലെ അവസാനത്തെ, അശോകനും കഴിഞ്ഞുള്ള അവസാന ചക്രവർത്തിയായ ബൃഹദ്രഥൻ എന്ന രാജാവ്, ഭരണാധികാരി, ഡെമോക്രാറ്റിക്കായ ഭരണാധികാരിയാണ്. ആ ബൃഹദ്രഥൻ്റെ സൈനിക ഉദ്യോഗസ്ഥനായി അകത്ത് കയറിയ ബ്രാഹ്മണനായ പുഷ്യമിത്ര ശുംഖനാണ് ബൃഹദ്രഥൻ്റെ തല വെട്ടിക്കളയുന്നത്. അപ്പം ബ്രാഹ്മണൻ നേർക്കുനേരെ കൊല ചെയ്യുകയാണ്. വേണ്ടി വന്നാൽ ക്ഷത്രിയനല്ല, ബ്രാഹ്മണനെ കൊല്ലാം എന്ന് തെളിയിച്ച ഒരു സംഭവം കൂടിയാണ് ഈ ബൃഹദ്രഥ രാജാവിൻ്റെ കൊലപാതകം എന്ന് പറയുന്നത്. ആ കൊലയ്ക്ക് ശേഷമാണ് ആ കൊലയെ ന്യായീകരിക്കുന്ന രീതിയിലേക്ക് സുമതി ഭാർഗവനെ കൊണ്ട് മനുസ്മൃതി എഴുതിച്ചതെന്ന്. എന്താണെങ്കിലും എന്തുകൊണ്ട് ഈ മനുസ്മൃതി എന്ന് പറയുന്നത് കേവലം ഒരു വിശ്വാസ ഗ്രന്ഥമല്ല, അത് മുമ്പേ പറഞ്ഞതുപോലെ ഈ ലോകം കണ്ട ഏറ്റവും വലിയ അധികാരവും വംശീയതയും കൂട്ടിച്ചേർത്ത് രാജഭരണത്തിലൂടെ അഥവാ ഭരണക്രമത്തിലൂടെ ഈ പറയുന്ന ഏകാധിപത്യം ലോകത്ത് അടിച്ചേൽപ്പിച്ച ഏറ്റവും വലിയൊരു ഒരു സംവിധാനമാണ് മനുസ്മൃതി എന്ന് പറയുന്നത്. അതിൻ്റെ 1-2 കാര്യം മാത്രം പറയാം. ഒന്ന്, മനുസ്മൃതിയുടെ 10-ാം അധ്യായത്തെ 3-ാം വാക്യം എന്താണ് പറയുന്നത്? അന്നത്തെ കാലത്ത് പറഞ്ഞാൽ നോക്കണം. ബ്രാഹ്മണൻ അവൻ്റെ സർവോത്കൃഷ്ടത കൊണ്ടും അവൻ്റെ ഉദ്ഭവത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടും പ്രത്യേക സംയമന നിയമങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ടും പ്രത്യേക ശുദ്ധീകരണത്തിന് വിധേയനാകുന്നത് കൊണ്ടും എല്ലാ വർണ്ണങ്ങളുടെയും യജമാനനാണ് ബ്രാഹ്മണൻ, മനു പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ 1-ാം അധ്യായം 190 പറയുന്നത് മനുഷ്യരിൽ വെച്ച് ഏറ്റവും വിശിഷ്ടൻ ബ്രാഹ്മണൻ തന്നെയാണ്, അവനോളം വിശിഷ്ടത മറ്റാർക്കുമില്ല. 199 ബ്രാഹ്മണൻ ജനിക്കുമ്പോൾ തന്നെ ഭൂമിയിൽ ഏറ്റവും ഉന്നതനായും സർവ്വജീവജാലങ്ങളുടെയും യജമാനനായും നിയമഭണ്ഡാകാരം സംരക്ഷിക്കാൻ വേണ്ടിയുള്ളവനുമായിട്ടാണ് അവൻ ജനിക്കുന്നത്. നിയമഭണ്ഡാരം, അതാണ് ഭരണവ്യവസ്ഥയെ തന്നെ നിയന്ത്രിക്കുന്നവനായിട്ടാണ് ജനിക്കുമ്പോൾ തന്നെ ബ്രാഹ്മണൻ. അതാണ് അതിൻ്റെ കാരണം, ജന്മമാണ്. ഫാഷിസത്തിൽ, ഇറ്റാലിയൻ അല്ലെ ജർമ്മൻ ലോക ഫാഷിസത്തിൽ മഹിത്വമാണ് ഒരു ഭരണകൂടത്തിൻ്റെ കരുത്ത്, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നവരുടെ മഹത്വം, മഹിമയാണ് ആധാരമെങ്കിൽ
ഇന്ത്യൻ ഫാഷിസം ബ്രാഹ്മണിസത്തിലാണ് അതിൻ്റെ പേര്. ഇവിടെ ബർത്താണ് യോഗ്യത എന്ന് പറയുന്നത്. ബ്രാഹ്മണനായി ജനിച്ചു എന്നത് തന്നെയാണ് ഈ ആധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ആധാരം. അവിടെ ബർത്തല്ല, വേറെ തരത്തിലുള്ള മഹത്വങ്ങളാണ്. അതുകൊണ്ട് ഭൂമിയിൽ എന്തുണ്ടെങ്കിലും 100 ഭൂമിയിൽ എന്തുണ്ടെങ്കിലും അത് ബ്രാഹ്മണൻ്റെ സ്വത്താണ്. ഈ ഭൂമിയിൽ എന്തുണ്ടെങ്കിലും അത് ബ്രാഹ്മണൻ്റെ സ്വത്താണ്. തൻ്റെ ഉദ്ഭവത്തിൻ്റെ വൈശിഷ്ട്യം കൊണ്ട് ബ്രാഹ്മണൻ തീർച്ചയായും അതിൻ്റെ എല്ലാം അവകാശിയാണ്. ഇതാണ് മനുസ്മൃതി പറയുന്നത്. അതുകൊണ്ട് ശൂദ്രനെക്കുറിച്ച് നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷം പേർ ശൂദ്രന്മാരാണ്. ആ ശൂദ്രന്മാരെക്കുറിച്ച് എന്താ മനുസ്മൃതി പറയുന്നത്? 10:123 ബ്രാഹ്മണരുടെ ദാസ്യവൃത്തി മാത്രമാണ് ശൂദ്രൻ്റെ ജോലി. ബ്രാഹ്മണൻ്റെ ദാസ്യവൃത്തി ചെയ്യുക മാത്രമാണ് ശൂദ്രൻ്റെ കടമ. അതല്ലാതെ അവൻ എന്ത് ചെയ്താലും അത് പരാജയമായിരിക്കും, അത് ഫലമുണ്ടാവുകയില്ല. ശൂദ്രൻ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. അത് ഒന്നുകൂടെ ഒരു വാക്യം കൂടെ പറയുകയാണ്. 10:129 ശൂദ്രൻ അവന് കഴിയുമെങ്കിൽ പോലും, അവന് കഴിവുണ്ടെങ്കിൽ പോലും അവൻ സ്വത്ത് സമ്പാദിക്കാനേ പാടില്ല. കഴിവുണ്ടായിക്കോട്ടെ, പക്ഷെ സ്വത്ത് സമ്പാദിക്കരുത്. സ്വത്ത് സമ്പാദിച്ചാൽ അത് ബ്രാഹ്മണന് വേദന ഉണ്ടാക്കും. അപ്പം അത്തരം കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചെയ്യുന്ന ബ്രാഹ്മണന് വേദന ഉണ്ടാക്കുന്ന ജോലികൾ എന്താണല്ലോ ഇതാണ്. അപ്പോൾ ഈ മനുസ്മൃതി ഇങ്ങനെ എഴുതി എന്തുകൊണ്ടാണ്? ഇനിയൊരു വിപ്ലവം ഉണ്ടാകരുത്. വിപ്ലവത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ പലതാണ്. ഒന്ന് അവബോധമാണ്. മനുഷ്യൻ്റെ ബൗദ്ധികമായ പ്രജ്ഞയാണ് ഏത് തരത്തിലുള്ള വ്യവസ്ഥയുടെയും അനീതികൾക്കെതിരെ ഉണർന്നെണീക്കാൻ അവനെ പ്രേരിപ്പിക്കുന്ന അവൻ്റെ ഇന്നർ പെർസ്പെക്റ്റീവ് ഉണ്ട്. അനീതിക്കെതിരെ ഉണർന്നെണീക്കാനുള്ള ആന്തരികമായ ചോദന, അതിൻ്റെ ബഹുസ്ഫുരണമായ വൈജ്ഞാനികത, ദൈക്ഷണികത, ആ ദൈക്ഷണികയുടെ വ്യാപനം, വികാരങ്ങൾ പങ്കുവെക്കലുകൾ, ഇത്തരമുള്ള പരസ്പരം പങ്കുവെക്കുന്ന ഈ ആശയ ലോകത്തിൽ നിന്നുമാണ് വിദ്യാഭ്യാസ പ്രക്രിയ തുടങ്ങുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ഈ പറയുന്ന വൈജ്ഞാനികത എന്ന് പറയുന്നത് വിപ്ലവത്തിലേക്കുള്ള വഴിയായതുകൊണ്ട് ആ വഴി അടയ്ക്കണമെന്ന് മനു തീരുമാനിച്ചു. പിന്നെ വിപ്ലവം ഉണ്ടാവില്ലല്ലോ. അസമത്വം അനുഭവിക്കുന്ന മനുഷ്യർക്കിടയിൽ അവൻ്റെ നൊമ്പരങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് വിപ്ലവത്തെക്കുറിച്ചൊരു പൊതുബോധം ഉണ്ടാകുന്നത്. മുതലാളിത്തത്തിനെതിരെയുള്ള വർഗ്ഗസമരത്തിൻ്റെ വർഗ്ഗബോധം എന്നതുപോലെ ഇന്ത്യക്കകത്ത് ബ്രാഹ്മണ്യത്തിനെതിരെയുള്ള ഇന്ത്യയിലെ തദ്ദേശീയരായ ജനസമൂഹങ്ങളുടെ സംഘാതമായ സാമൂഹ്യ ബോധത്തിൻ്റെ ചാനലുകൾ എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ പ്രക്രിയയായിരുന്നു. അത് വേണ്ട. മനുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അതായിരുന്നു, വിദ്യ നിഷേധിക്കുക. വേദം ഉച്ചരിക്കുന്ന ശൂദ്രൻ്റെ നാവ് പിഴുതു കളയുക. ഏത് ഫാഷിസ്റ്റുകളാണ്, ഏത് ഇറ്റലിക്കാരനാണ്, ജർമ്മനിക്കാരനാണ് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക? അവിടെ എഴുത്തും വായന വേണം. പാടട്ടെ, പറയട്ടെ, ചിന്തിക്കട്ടെ, വേണേ നോവൽ എഴുതട്ടെ, യജമാൻ്റെ പേര് വെച്ചേക്കാമെന്നേ അവർ വിചാരിച്ചിട്ടുള്ളൂ. അല്ലാതെ എഴുതണ്ട, പഠിക്കണ്ട എന്നല്ല. ഇപ്പം അടിമത്തം പോലും നിലനിന്ന കാടുകളിൽ അടിമകൾ നോവൽ എഴുതിയിട്ടുണ്ട്, പേര് ഉടമയുടേതായിരിക്കും, പക്ഷെ ഭാവന നിഷേധിച്ചില്ല എന്നതാണ്. ഇവിടെ അങ്ങനെയല്ല, അത് ഭാവന പോലും പാടില്ല. അവിടെ നാവ് പിഴുതു കളയുക എന്നൊക്കെ പറയുന്നു. അപ്പോൾ എത്രത്തോളം ഇത് ക്രൂരമായിരുന്നു ഇന്ത്യൻ ഈ ബ്രാഹ്മണിക്കൽ ഫാസിസം എന്നാലോചിക്കണം. വേദം കേൾക്കുന്ന ABCD എങ്ങാനും നഴ്സറി സ്കൂളിൻ്റെ വരാന്തയിലൂടെ വേണ്ട മുറ്റത്തൂടെ എങ്ങാനും ഒരു അവർണം നടന്നു പോയാൽ, അവൻ്റെ കാതിലേക്ക് എങ്ങാനും ഈ അക്ഷരങ്ങൾ കേട്ടുപോയാൽ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കണം. അത് ശരിക്കും വായിച്ചിട്ടുണ്ടോ? ഈയം മാത്രമല്ല, ഈയവും അരക്കും കൂടെ ചേർത്ത്. ഈയം 100 ഡിഗ്രി സെൽഷ്യസിലൊന്നും ഈയം തിളക്കത്തില്ല. അത് കുറച്ചുകൂടി 200 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ഈയം തിളയ്ക്കുക. അതും അരക്കും കൂടെ ചേർത്ത്. അപ്പം പിന്നെ പറ്റി പിടിക്കണം, പിന്നെ തലയുണ്ടാവും സംഗതി. ഒന്ന് ആലോചിച്ച് നോക്കണം, എത്രത്തോളം വലിയ കിരാതമായ ഭാവനയാണ്. അവർ അടിച്ചമർത്തിയ ഒരു സമൂഹം ഈ പറയുന്ന വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഏർപ്പെട്ടാൽ അവൻ്റെ കാതിലിങ്ങനെ ഈയം ഉരുക്കി ഒഴിച്ച് അവൻ്റെ തല തന്നെ തകർത്ത് കളയണമെന്ന് വിചാരിക്കുന്ന എൻമിറ്റിയുടെ, നിതാന്തമായ ശത്രുതയുടെ ഒരു ഇതാണ് അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ഇങ്ങനെയുള്ള സ്ത്രീകൾ അറിയാമല്ലോ, എന്നാ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി അവർക്ക് യാതൊരു സ്വാതന്ത്ര്യവും പാടില്ല. ഡോണ്ട് ട്രസ്റ്റ് എ വിമൻ. ഒരു പെണ്ണിനെ നിങ്ങൾ വിശ്വസിക്കുകയേ ചെയ്യരുത്. ഷീ മേ ടെംപ്റ്റ് യു. അവൾ നിന്നെ വഴിപഴപ്പിക്കും. അമ്മയാകട്ടെ, പെങ്ങളാകട്ടെ, പെറ്റ മകളാകട്ടെ, ഡോണ്ട് ബിലീവ്, ഡോണ്ട് ട്രസ്റ്റ്. അവളെ വിശ്വസിക്കരുത്, അവൾ വഴിപഴപ്പിക്കും. എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്? അപ്പോൾ ഈ ഒരു അമ്മയോട് പോലും സ്വന്തം, ഒരുപക്ഷെ ഈ ഫാസിസ്റ്റുകളെയും ഈ മനുവിനെയും സൃഷ്ടിച്ചത് ഒരു അമ്മയായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ആ അമ്മയെ വെറുക്കുന്ന, സ്ത്രീയെ വെറുക്കുന്ന സ്ത്രീവിരുദ്ധമായ ഒന്നാണിത്. അപ്പം അങ്ങനെ സ്ത്രീകളെ പൂർണ്ണമായി ശൂദ്രരെ വെറുക്കുന്നു, സ്ത്രീകളെ വെറുക്കുന്നു. ശൂദ്രർക്കും താഴെയുള്ള അവർണ വിഭാഗങ്ങളെ വെറുക്കുക മാത്രമല്ല, അവരെ മനുഷ്യരെ പരിഗണിക്കുന്നേയില്ല. ഡീഹ്യൂമനൈസ്ഡ് ആണ്, അപമാനവീകരിക്കപ്പെട്ടവരാണ് അവർ. നിശാസഞ്ചാരം അറിയാമല്ലോ, മനുസ്മൃതി പറയുന്നത് എന്നെപ്പോലുള്ളവർ രാത്രിയിലേ നടക്കാവുള്ള നിശാസഞ്ചാരമേ പറ്റുള്ളൂ, സൂര്യ വെളിച്ചത്തിൽ വീടിന് വെളിയിൽ ഇറക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇത് ടോർച്ചറേറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഭാഗ്യം. അപ്പോൾ അന്നതല്ലല്ലോ. അപ്പോൾ ദിശാസഞ്ചാരം,
കാരിരുമ്പ് കൊണ്ടുള്ള ആഭരണമേ ധരിക്കാൻ പാടുള്ളൂ. അതാണ് പറയുന്നത്. മനു പറയുകയാണ്, ഇവിടുത്തെ ദലിതർ, ആദിവാസികൾ കാരിരുമ്പ് കൊണ്ടുള്ള ആഭരണമേ ധരിക്കാവുള്ളൂ. ഇനി വസ്ത്രങ്ങളാകട്ടെ ശവമടക്കുന്ന പറമ്പുകളിൽ ചെന്ന് അങ്ങനെ മരിച്ച മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കുന്ന വസ്ത്രങ്ങൾ വേണം ശരീരത്തിട്ട് നടക്കാൻ. ഇത്തരത്തിലുള്ളൊരു കിരാത നീതിയുടെ ദൈവശാസ്ത്രമായിരുന്നു മനുസ്മൃതി. ഇതുകൊണ്ടായിരിക്കാം ഈ മനുവിനെ ഫ്രെഡറിക് നീഷെ ആരാധിച്ചത്. ഇതിനേക്കാൾ വലിയൊരു പദ്ധതിയുണ്ടോ? ഇതിനേക്കാൾ വലിയൊരു പ്രത്യയശാസ്ത്രമുണ്ടോ ലോകത്തെ മനുഷ്യരെ അടിച്ചമർത്താൻ? പിന്നെ അപ്പോൾ അതുകൊണ്ട് ഈ വിദ്യാഭ്യാസം നിഷേധിക്കുക, അറിവ് നിഷേധിക്കുക, വിപ്ലവം ഉണ്ടാവില്ല. അറിവിൽ നിന്നാണ് വിപ്ലവത്തിൻ്റെ ആശയം ഉണ്ടാകുന്നത്. റവല്യൂഷണറി കോൺഷ്യസ്നസ്സിൽ നിന്നാണ് റവല്യൂഷൻ ഉണ്ടാകുന്നത്. വിപ്ലവകാരികൾ ഇല്ലെങ്കിൽ വിപ്ലവമില്ല. പക്ഷെ വിപ്ലവം വേണമെങ്കിൽ വിപ്ലവ ബോധം വേണം. വിപ്ലവര അവബോധം ഉണ്ടാകുന്ന ആശയത്തിൽ നിന്നാണ്. അതിൻ്റെ മാർഗം വിദ്യാഭ്യാസമാണ്. അപ്പോൾ ആ വഴി അടച്ചു. 2, സംഘാതം, കൺസെർട്ടഡ് ആക്ഷൻ, യോജിക്കുക എന്ന് പറയുന്നത്. പരസ്പരം വിനിമയം ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, കൂടിച്ചേരുന്നു, ഐക്യം. ആ ഐക്യത്തെ അസാധ്യമാക്കിയ ലോകത്തെ ഏറ്റവും മനോഹരമായ ഫാസിസ്റ്റ് സ്ട്രാറ്റജിയുടെയും പദ്ധതിയുടെയും പേരാണ് ജാതി എന്ന് പറയുന്നത്, ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. കാർൽ മാർക്സിൻ്റെ മഹത്തായ ഒരു മുദ്രാവാക്യമുണ്ട്, നമ്മളെല്ലാം ആകർഷിക്കുന്ന മുദ്രാവാക്യമാണ്. വർക്കേഴ്സ് ഓഫ് ഓൾ കൺട്രി യുണൈറ്റ്, യു ഹാവ് നത്തിങ് ടു ലൂസ് എക്സെപ്റ്റ് യുവർ ചെയിൻ. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവാൻ, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ചങ്ങലകൾ മാത്രം. ലോക ചരിത്രത്തിൽ ഏറ്റവും നീചമായ അസമത്വം അനുഭവിച്ച, അസ്വാതന്ത്ര്യം അനുഭവിച്ച, ചൂഷണം അനുഭവിച്ച ഇന്ത്യയിലെ പണിയെടുക്കുന്ന ജനങ്ങളെ മാർക്സിൻ്റെ ഈ മുദ്രാവാക്യം എന്തുകൊണ്ടൊരു വിപ്ലവത്തിലേക്ക് ആകർഷിച്ചില്ല, അവനെ ശാക്തീകരിച്ചില്ല? എന്തുകൊണ്ടൊരു ഇന്ത്യൻ വിപ്ലവം എന്തുകൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചില്ല എന്ന ചോദ്യമുണ്ട്. മാർക്സ് പരാജയപ്പെട്ടു പോയി. മാർക്സിനെ ഇന്ത്യ തോൽപ്പിച്ചു. ഇന്ത്യൻ ബ്രാഹ്മണിസം എന്താ കാര്യം? ചങ്ങല ഒരുപോലെ ആണെങ്കിലാണല്ലോ ഐക്യപ്പെടുന്നത്. തൊഴിലാളികളെ സംഘടി നഷ്ടം. അപ്പം ഞാൻ എൻ്റെ കയ്യിലേക്ക് ഇരുമ്പാണ്, എനിക്കിത് പൊട്ടിച്ച് കളയണമെന്ന് വലിയ നിർബന്ധമാണ്. കാരണം ഇത് കാരിരുമ്പാണ്, കയ്യിൽ വേദന ഉണ്ടാക്കുന്നു, ഭാരം കൂടുതലാണ്. എന്നോടൊപ്പം ഐക്യപ്പെടേണ്ട മറ്റൊരു ജാതിക്കാരനായ ഇന്ത്യക്കാരൻ്റെ ചങ്ങല പിച്ചളയാണ്. അതിന് ഇച്ചിരി വില കിട്ടുന്നത് കൊണ്ട്, ഇരുമ്പിൻ്റെ വിലയല്ലാത്തത് കൊണ്ട് അവനത് ആഭരണം പോലെ കൊണ്ടു നടക്കും, പൊട്ടിക്കാൻ തയ്യാറല്ല. വെള്ളിച്ചങ്ങലയുള്ളവർ അത് അതിനേക്കാൾ മഹത്വമായി, സ്വർണ്ണച്ചങ്ങലയുള്ളവർ തൊഴിലാളിക്ക് അത് അതിനേക്കാൾ മഹത്വവുമാണ്. ഈ പ്രശ്നമാണ് ഗ്രേഡഡ് സമയം. ഈ പ്രശ്നമാണ്, അസമത്വമല്ല ഇന്ത്യയുടെ പ്രശ്നം. അസമത്വമായിരുന്നു ഇന്ത്യയുടെ പ്രശ്നമെങ്കിൽ അസമന്മാർക്കിടയിൽ സ്വാഭാവികമായ കൂട്ടായ്മകൾ ഉണ്ടാവുകയും അത് അസമത്വത്തിനെതിരെയുള്ളൊരു ഇന്ത്യൻ വിപ്ലവമായി പരിണമിക്കുകയും ചെയ്യുമായിരുന്നു. അസമത്വം അനുഭവിക്കുന്നവർക്കിടയിൽ നിലനിൽക്കുന്ന മറ്റൊരു തരം അസമത്വമാണ് ഇന്ത്യക്ക്. ഉള്ളവനും ഇടയിലും ഇല്ലാത്തവനും പിന്നെയും വലിയ അസമത്വങ്ങൾ വിതച്ച ഒരു അസമത്വ രീതിയുടെ പേരാണ് ഗ്രേഡഡ് ഇനീക്വാളിറ്റി, തരംതിരിക്കപ്പെട്ട അതാണ് ഇന്ത്യയുടെ പ്രശ്നം. ഇന്ത്യയുടെ പ്രശ്നം അസമത്വമല്ല, വേർതിരിക്കപ്പെട്ട അസമത്വമാണ്, ഗ്രേഡഡ് ഇനീക്വാളിറ്റിയാണ്. അവിടെ ഒരിക്കലും പൊതുബോധം എന്നത് അസാധ്യമാണ്. പബ്ലിക് കോൺഷ്യസ്നസ്, നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ ഫാഷിസത്തിനെതിരെയുള്ള പൊതുബോധം, സാംസ്കാരിക പ്രവർത്തകർ ഒത്തുകൂടിയിട്ട് നമ്മളൊരു പൊതുബോധം നിർമ്മിക്കാൻ ശ്രമിക്കുന്നു. ഈ പൊതുബോധം നിർമ്മിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മളെ വിലക്കുന്ന ബ്രാഹ്മണിക്കൽ ചിന്താഗതിയെ നിഷേധിക്കുന്നതുകൊണ്ടാണ്. അതിനനുസരിച്ച് കഴിഞ്ഞാൽ പൊതുബോധമില്ല, ഞാനിങ്ങോട്ട് വരത്തില്ല, എന്നെ നിങ്ങൾ വിളിക്കത്തുമില്ല. അപ്പോൾ ഈ പൊതുബോധം ഇന്ത്യക്ക് അസാധ്യമാക്കിയത് എന്താണ്? പബ്ലിക് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്, ചാരിറ്റി എന്ന് പറയുന്നത്, യൂണിറ്റി എന്നൊക്കെ പറയുന്നത് അസാധ്യമാക്കിയ ഒരു സംവിധാനമാണ് ജാതി എന്ന് പറയുന്നത്. കാരണം അത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഇപ്പം പഠിക്കുന്ന പോലെയാണ്. ആകാശത്തെ തൊട്ട് നിൽക്കുന്ന ഹയ്യസ്റ്റ് ബ്രാഹ്മണനും അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഹയറും, പിന്നെ ഇച്ചിരി നായരെ പോലുള്ള ഹയ്യും, അതിന് താഴെ ലോയും, ഒരുപക്ഷെ ഈഴവൻ, അതിന് താഴെ ലോവറും, പട്ടികജാതിക്കാരൻ എന്നൊക്കെ പറയുന്ന ലോവസ്റ്റുമാണ്. അപ്പോൾ ഭൂമിയിൽ തൊട്ട് നിൽക്കുന്ന ലോവസ്റ്റും ആകാശത്ത് തൊട്ട് നിൽക്കുന്ന ഹയ്യസ്റ്റ് ബ്രാഹ്മണനും അതിനിടയിൽ 6000 ജാതികളും തമ്മിലുള്ള സർക്കസിൻ്റെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അങ്ങനെയാണ് മനു സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതൊരിക്കലും താഴോട്ടിറങ്ങാൻ ആരും തയ്യാറല്ല. അതല്ലോ പ്രശ്നം എന്ന് പറയുന്നത്. താഴെ നിൽക്കുന്നവനോടൊപ്പം കൈകോർക്കാൻ മാത്രം തയ്യാറല്ല, മുകളിലോട്ട് കയറാൻ വലിയ ആഗ്രഹവുമാണ്. ഇതാണ് ഇന്ത്യയുടെ പൊതുബോധം എന്ന് പറയുന്നത്. അസെൻഡിങ് ഓർഡർ ഓഫ് പ്രിഫറൻസ് ആൻഡ് ഡിസെൻഡിങ് ഡിഗ്രി ഓഫ് കണ്ടംപ്റ്റ്. താഴോട്ട് പോകുന്തോറും അനാദരവും, മുകളിലോട്ട് പോകുന്തോറും ആദരവും. അതുകൊണ്ട് ഇങ്ങനെ മുകളിലോട്ട് വലിഞ്ഞു കയറാൻ വേണ്ടിയുള്ളൊരു ഭഗീരഥ പ്രയത്നമാണ് ഇന്ത്യക്കകത്ത് പരിഷ്കരണം എന്ന് പറയുന്നത്, മോഡേണൈസേഷൻ എന്ന് പറയുന്നത്, ഡെമോക്രാറ്റൈസേഷൻ, അങ്ങനെയൊക്കെയുള്ള എല്ലാ പേരിലും നടക്കുന്നത് ഈ മുകളിലോട്ടുള്ള കയറ്റമാണ്. താഴോട്ടിറങ്ങാൻ തയ്യാറല്ല. അംബേദ്കർ പറയുന്നുണ്ട്, ഈ പിന്നോക്കക്കാരും ഞങ്ങൾ ഒന്നിച്ചാൽ ഇന്ത്യയുടെ ബ്രാഹ്മണ മേൽക്കോയ്മയെ തകർക്കാം, പക്ഷെ പിന്നോക്കക്കാരൻ ഞങ്ങളെ തൊടുകയില്ല, താഴോട്ട് വരികയില്ല, വന്നാൽ ഞങ്ങളോടൊപ്പം അവന് താഴെ വീഴുമെന്നുള്ളൊരു പേടി പാവം സഹോദര പിന്നോക്കക്കാർക്കുണ്ട്. ഇപ്പോൾ ദളിത് പിന്നോക്ക അലയൻസിൻ്റെ പോലും പ്രശ്നം ഇവിടെയാണ്. എനിവേ, അതുകൊണ്ട് ഇനി ഞാൻ അപ്പോൾ ഈ എന്തുകൊണ്ടാണ് വെറുക്കപ്പെട്ടത്? ഈ വിപ്ലവത്തെ തടഞ്ഞത് ഇങ്ങനെയാണ്. വിജ്ഞാനം തടഞ്ഞു,
സംഘം ചേരൽ തടഞ്ഞു, പൊതുബോധം അസാധ്യമാക്കി, മോറൽ കോൺഷ്യസ്നസ്സും അസാധ്യമാക്കി. കാരണം ഓരോ ജാതിക്കും അവനവൻ്റെ ജാതിയോടെ കൂറുള്ളൂ. അതുകൊണ്ടാണ് നിതിൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ കേരളത്തിന് പ്രതിഷേധിക്കാൻ കഴിയുന്നില്ല. പ്രതിഷേധിക്കാൻ നിതിൻ്റെ ജാതിയിൽപ്പെട്ടവരേ ഉള്ളൂ. ഐക്യദാർഢ്യം വേണമെങ്കിൽ ചെയ്തേക്കും, അല്ലേ? അതൊക്കെ നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യം, ഐക്യദാർഢ്യം. പക്ഷേ പ്രതിഷേധിക്കാനും കരയാനും അവനവൻ്റെ ജാതിയിൽ തന്നെ ഉള്ളവനെ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു പൊതുബോധം എത്ര ക്രൂരമാണ്, എത്ര നീചമാണ്. ഇപ്പോഴും നമ്മുടെ ഈ നവോത്ഥാനാന്തര കേരളത്തെയും ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനു വേണ്ടി ദളിത് സംഘടനകളില്ലാതെ, ആദിവാസി സംഘടനകളില്ലാതെ ഒരുത്തര് പോലും ഒരു പ്രക്ഷോഭം നടത്തിയില്ല. ഇതിൻ്റെ ഭാഗത്തൊരു പൂണിലിട്ട പയ്യനാണ് മരിച്ചതെങ്കിൽ, പൂണിലിട്ടവരോടുള്ള വിരോധമൊന്നും എനിക്കില്ല, എല്ലാവരെയും അങ്ങനെയൊക്കെ തന്നെ കാണുന്നത് മനുഷ്യരാണ്. ആ കുഞ്ഞുങ്ങളോട് നമുക്ക് സ്നേഹമാണുള്ളത്. പക്ഷേ അങ്ങനെങ്ങാണ് ഒരു കുട്ടിയുടെ മേത്തൊരു നൂല് കുറുകെ ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര മെഴുകുതിരി കത്തുമായിരുന്നു ഇന്ത്യയിൽ, കേരളത്തിൽ, ലോകത്ത്. ഇതിനാവുമ്പോൾ അവൻ ജാതിയിൽ ദലിതനാണ്, അവന് വേണ്ടി കരയാൻ അവൻ്റെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതാണ് ഇപ്പം ചാരിറ്റിയും ഈ ധാർമ്മികതയുമെല്ലാം ജാതിയാൽ ബന്ധിതമാണ്. അവനവൻ്റെ ജാതിക്ക് പുറത്തേക്ക് സ്നേഹം ചുരത്തുകയില്ല. ഇതാണ് ഇന്ത്യയുടെ വലിയ അപകടകരമായ കാര്യം. എന്താണെങ്കിലും ഇനി എന്തുകൊണ്ടാണ് ഇതാണ് മനുസ്മൃതി, അതുകൊണ്ടാണ് ഇന്ത്യൻ വിപ്ലവം, ആ പൗരാണിക ഇന്ത്യയിലെ പ്രതിവിപ്ലവം, പിന്നെ ഈ ബുദ്ധൻ ഉണ്ടാക്കിയ മൗര്യ വിപ്ലവം, ജനാധിപത്യ വിപ്ലവത്തിന് ശേഷം പിന്നൊരു വിപ്ലവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പുഷ്യമിത്ര സിംഹൻ ഈ ബൃഹദ്രഥനെ കൊന്നതും ഇനിയൊരു വിപ്ലവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു തത്വസംഹിത, നിയമസംഹിത ഉണ്ടാക്കിയതും അതിൻ്റെ അടിസ്ഥാനത്തിൽ മനുസ്മൃതി നിലവിൽ വന്നതും മനുസ്മൃതിക്ക് ശേഷം ഇങ്ങോട്ട് അത്ര ഒരു വിപ്ലവത്തെ അസാധ്യമാക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ ഘടനയുടെ പ്രതാപവുമാണ് നമ്മൾ കാണുന്നത്. ആകെ പറ്റിയ വകതം ബ്രിട്ടീഷുകാരും മുഗളന്മാരും വന്നപ്പോൾ ചില ഇളക്കങ്ങൾ നടന്നു എന്നതാണ്. അതുകൊണ്ട് ഈ മുഗളന്മാരും ബ്രിട്ടീഷുകാരും പോകേണ്ടത് ഇന്ത്യയിലെ ബ്രാഹ്മണിക ശക്തികളുടെ നിർബന്ധമായി വന്നു. മറ്റുള്ളവർക്കും പോകണം, പക്ഷെ ഷാഢ്യം തങ്ങളുടെ നഷ്ടപ്പെട്ട അധികാരത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ വംശീയ ബോധത്തെ ദേശീയ ബോധം എന്ന നിലയിലേക്ക് വികസിപ്പിക്കുകയും അങ്ങനെ ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് സവർണ വംശീയതയുടെ മേൽ നിറഞ്ചാർത്തപ്പെട്ട ഒരു കൃത്രിമമായ ദേശീയതയുടെ പുതപ്പിൻ്റെ താഴെ സാമൂഹ്യവും ജാതീയവും മൈത്തത്തിൻ്റെ, ജാതിയുടെ, അസമത്വത്തിൻ്റെ, അനീതിയുടെ വലിയ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മുടെ ദേശീയ പ്രസ്ഥാനം ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിലേക്ക് വികസിക്കുന്നത്. അത് വേറൊരു കാര്യമാണ്. അവിടെയൊക്കെ പുനർവായന ആവശ്യമാണ്. ചരിത്രത്തിൻ്റെ പുനർവായനകളും പുനഃപരിശോധനകളും ആവശ്യമാണ്. അയിത്തം ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ ദേശീയ നേതാക്കന്മാർ, അവരോട് അംബേദ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ അയിത്തം പാപമാണെന്ന് പറയുന്നു. അൺടച്ചബിലിറ്റി ഈസ് എ ക്രൈം അഗെയിൻസ്റ്റ് ഗോഡ് ആൻഡ് മാൻ. അയിത്തം പാപമാണെന്ന് പറയുന്നു. പക്ഷെ അയിത്തം സ്വതന്ത്രമായ അസ്തിത്വമുള്ള ഒരു ആചാരമല്ല. അയിത്തം എന്ന് പറയുന്ന ഒരു ഷാഡോ ആണ്. ജാതി എന്ന വൃക്ഷത്തിൻ്റെ തണലാണ് അയിത്തം. ആ അയിത്തം വെട്ടിക്കളയാമെന്ന് പറയുന്ന നിങ്ങൾ അയിത്തത്തെ ഉൽപ്പാദിക്കുന്ന വൃക്ഷത്തെ വെട്ടാനും അതിൻ്റെ വേര് വെട്ടാനും എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ജാതി നിർമൂലനത്തിന് നിങ്ങൾ തയ്യാറാണോ എന്നാണ് അംബേദ്കർ ചോദിക്കുന്നത്. അത് തയ്യാറല്ല. അത് ജാതി എന്ന് പറയുന്ന സ്വർണ്ണമുട്ടയിടുന്ന താറാവാണ് ഇന്ത്യയിലെ വരേണ്യർക്ക്. സ്വർണ്ണമുട്ടൻ താറാവാണ്, പ്രിവിലേജ്. ആ പ്രിവിലേജിലൂടെയാണ് ഞാൻ പോളിറ്റ് ബ്യൂറോയിലാവുന്നത്. ആ പ്രിവിലേജിലോട് കൂടിയാണ് ഞാൻ ബുദ്ധിജീവിയാവുന്നത്. ആ പ്രിവിലേജോട് കൂടിയാണ് ഞാൻ അധികാരിയാവുന്നത്. അത് നശിപ്പിച്ചുകൊണ്ട് എനിക്ക് മാനവീയതയിലേക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നിടത്താണ് ഇന്ത്യയുടെ ഈ പറയുന്ന ഒരു ജനാധിപത്യ വിപ്ലവം തടസ്സപ്പെടുന്നത്. എനിവേ, അതുകൊണ്ട് ഈ മനുവിനെ വാഴ്ത്തിക്കൊണ്ട് നിഷെ പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചുരുക്കാം. നിഷെ മനുവിനെ വാഴ്ത്തി പറയുന്നത് എങ്ങനെയാണ്? അതുല്യമായ ധിഷണാശക്തിയും ശ്രേഷ്ഠതയും പ്രകടമാക്കുന്ന ഉത്തമമായ ഒരു കൃതിയാണ് മനുസ്മൃതി. നിഷെ പറയുകയാണ്, ജൂതന്മാരുടെ ദുർഗന്ധപൂരിതമായ സത്തയടങ്ങിയ ബൈബിളിനേക്കാൾ, ബൈബിളിനെ നിഷെ വിശേഷിപ്പിച്ചത് ജൂതന്മാരുടെ ദുർഗന്ധം നിറഞ്ഞ ഒരു അശുദ്ധമായ കൃതി എന്നാണ് ബൈബിളിനെ നിഷെ വിശേഷിപ്പിച്ചത്. അതിനേക്കാൾ എത്രയോ പുണ്യമാണ്, മഹോത്തരമാണ് മനുസ്മൃതി എന്ന് പറയുന്ന പുണ്യഗ്രന്ഥമെന്നാണ് ഈ ഫ്രെഡറിക് നിഷെ പറയുന്നത്. അതുപയോഗിച്ച് കുലീനവർഗ്ഗങ്ങൾ, മനുസ്മൃതി ഉപയോഗിച്ച് കുലീനവർഗ്ഗങ്ങൾ തത്വചിന്തയ്ക്കും തത്വചിന്തകന്മാരെയും യുദ്ധവീരന്മാരെയും സൃഷ്ടിച്ചിരിക്കുന്നു. ബഹുജനങ്ങളെ രക്ഷിക്കുകയും അവർക്ക് വഴികാട്ടുകയും ചെയ്യുന്നു മനുസ്മൃതി. മഹത്തായ മൂല്യങ്ങൾ കൊണ്ട് പൂരിതമാണ് മനുസ്മൃതി. ഫ്രെഡറിക് നിഷെ. ഈ നിയമസംഹിതയിലുടനീളം, മനുസ്മൃതി എന്ന് പറയുന്ന നിയമസംഹിതയിലുടനീളം സൂര്യൻ പ്രകാശിക്കുന്നു. മനസ്സിലായല്ലോ? പ്രകാശം ശരീരത്തിൽ. അതുകൊണ്ട് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, മനുസ്മൃതിയുടെ ഏറ്റവും ഈ നിഷയെ ആകർഷിച്ച ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത്. മാനക്കേടുണ്ടത് വായിക്കാൻ. എന്നാലും ശരീരത്തിൻ്റെ പുക്കിളിന് മുകളിലുള്ള സുഷിരങ്ങളെല്ലാം വിശുദ്ധമാണ്, അതിന് താഴെയുള്ള സുഷിരങ്ങളെല്ലാം അശുദ്ധമാണ്. അപ്പോൾ ഈ വംശീയതയുടെ, ജാതീയതയുടെയൊക്കെ അതിർവരമ്പുകളെ ഇല്ലാതാക്കാനുള്ളൊരു ആയുധം ഈ പുക്കിളിന് താഴെയാണ് എന്നതുകൊണ്ടാണ് അത്
ഈ മനു അങ്ങേയറ്റം പോകുന്നത്. ഇതാണ് ഫ്രെഡറിക് നിഷെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച വചനം. ഇതാണ് മനുസ്മൃതിയിൽ അടയാളപ്പെടുത്തുകയാണ്. ശരീരത്തിൻ്റെ പുക്കിളിന് മുകളിലുള്ള സുഷിരങ്ങളെല്ലാം വിശുദ്ധവും പുക്കിളിന് താഴെയുള്ള എല്ലാ സുഷിരങ്ങളും അശുദ്ധവുമാണ്. കന്യകയെപ്പോലെ നിൽക്കുകയാണ് ഉത്തമം എന്നുവെച്ചാൽ പിന്നെ ഈ അറിയാമല്ലോ, പൗരാണിക ഇന്ത്യയിൽ പുരുഷന്മാർ യുദ്ധത്തിൽ പോയി ചാവുമ്പോൾ ഭാര്യമാർ അനാഥരാകും. അപ്പോൾ ഭർത്താക്കന്മാരെ കിട്ടത്തില്ല. സ്ത്രീയും പുരുഷരും തുല്യരാണ്, സ്ത്രീകൾ ഇച്ചിരി കൂടുതലുമാണ്. അപ്പോൾ പിന്നെ യുദ്ധത്തിൽ പോയി അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന പുരുഷന്മാർ അവരില്ലാതാവുമ്പോൾ ഭാര്യമാർക്ക് വിധവകളാവുമ്പോൾ ആ വിധവകൾക്ക് ഒരു പുരുഷനെ തേടേണ്ടി വരുമ്പോൾ സ്വന്തം ജാതിയിൽ നിന്ന് മേൽജാതിയിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ അവർ താഴേക്ക് ചാടും. അനുലോമവും പ്രതിലോമവും ഒക്കെ ഉണ്ട്. അങ്ങനെ താഴോട്ട് മാറിയാൽ രക്തം മിശ്രണം നടക്കും, ജാതി വ്യവസ്ഥ തകരും. അതുകൊണ്ട് വിധവാദഹനം. അപ്പോൾ അങ്ങനെ താഴുകയും ഒക്കെ ചെയ്യുന്ന ലോകത്ത് വിപ്ലവം ഉണ്ടാക്കുന്ന ഈ ഭാഗമായതുകൊണ്ടാണ് പുക്കിളിന് താഴെ അവരിത്തരത്തിൽ വെറുക്കുന്നത്. എന്തായാലും ഇതാണ്. അപ്പോൾ ഫാഷിസത്തിൻ്റെ വേര് ജാതി വ്യവസ്ഥയിലാണ്, ഫാഷിസത്തിൻ്റെ പേര് വർണ്ണ വ്യവസ്ഥയിലാണ്. ഫാഷിസം പിറവിയെടുത്തത് ബ്രാഹ്മണ്യത്തിൽ നിന്നുമാണ്. ബ്രാഹ്മണിസവും മനുസ്മൃതിയുമാണ് ലോകത്ത് ഫാഷിസത്തിനെ വിതച്ചത്. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രം ഇന്ത്യൻ ഫാഷിസത്തെ പ്രതിരോധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഇരുട്ടിൽ തപ്പുകയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇപ്പോൾ ജാതി പലരും തല്ലിക്കൊല്ലാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് ജാതിയില്ല എന്ന് പ്രഖ്യാപിക്കാറുണ്ട്. ഒരാൾക്ക് സ്വയം റദ്ദ് ചെയ്യാവുന്ന ഒരു കാര്യമല്ല ജാതി എന്ന് പറയുന്നത്. അതൊരു അബദ്ധമാണ്. എന്നെക്കുറിച്ച് ഞാൻ കൊണ്ടു നടക്കുന്ന ബോധമല്ല ജാതി എന്ന് പറയുന്നത്. എന്നെക്കുറിച്ച് എൻ്റെ നാട്ടിൽ ജീവിക്കുന്ന മറ്റുള്ളവർ കൊണ്ടു നടക്കുന്ന വ്യത്യസ്തങ്ങളായ ബോധത്തിൻ്റെ പേരാണ് ജാതി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് റദ്ദ് ചെയ്യാൻ പറ്റുന്നതാണോ? നോ, ഇറ്റ് കനോട്ട് ബി. അപ്പോൾ അതുകൊണ്ട് ജാതിയെ നശിപ്പിക്കുക എന്ന് പറയുന്നത് എന്ത് വേണം? അവിടെയാണ് അംബേദ്കർ ഒരു കാര്യം പറയുന്നുണ്ട്. You cannot have social reform, you cannot have economic reform, you cannot have any political reform unless you kill this monster of caste. Whatever the direction you turn, the caste is the monster which crossed your path. നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും നിന്റെ മുമ്പിൽ ചാടി വീഴും ദുർഭൂതം ജാതിയാണ്. അതുകൊണ്ട് ഈ ജാതി എന്ന ദുർഭൂതത്തെ കൊല്ലണം. എങ്ങനെ കൊല്ലും? ആ കൊല്ലാനുള്ള വഴിയായിരുന്നല്ലോ മിശ്രവിവാഹം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും പരാജയപ്പെട്ട പ്രസ്ഥാനവും അതാണല്ലോ, മിശ്രവിവാഹ പ്രസ്ഥാനം. അതിന് അവാർഡ്, മിശ്രവിവാഹത്തിന് പാരിതോഷികമുണ്ടല്ലേ മിശ്രവിവാഹം കഴിച്ചാൽ, എന്നാലോ പൈസ വേണ്ട എന്നതാണ് വേണമെങ്കിൽ. അപ്പോൾ അങ്ങനെയാണ് മിശ്രവിവാഹം. പിന്നെ മിശ്രഭോജനം, അയ്യപ്പനെ പുലേനാക്കിയതാണല്ലോ. പന്തി ഭോജനം നടത്തിയതിൻ്റെ പേരിൽ ഈഴവൻ അയ്യപ്പൻ പുലേനയ്യപ്പനായി മാറി. അത് നടക്കുന്നില്ല, അങ്ങനെ നടക്കില്ല. മിശ്രവിവാഹവും മിശ്രഭോജനവും ജാതി നശീകരണത്തിന് ഒരു ഉപാധി അല്ല എന്ന് അംബേദ്കർ പിന്നെ പറയേണ്ടി വന്നു. കാരണം എന്താ? അത് മിശ്രവിവാഹം നമ്മൾ നിർബന്ധിച്ച് നടക്കേണ്ട കാര്യമല്ല. സ്വമേധയാ പ്രായപൂർത്തിയാകുന്ന ഒരു പുരുഷൻ അവൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ മുൻവിധികളില്ലാതെ തിരഞ്ഞെടുക്കുന്ന ഒരു കാലം വരട്ടെ, തിരിച്ചങ്ങോട്ടും. ഇപ്പം അങ്ങനല്ലല്ലോ. അപ്പം പ്രണയത്തിന് കാരണം ദൈവശാസ്ത്രപരമാണ്, അതിനെ പിന്നെ നമ്മൾ ജാതിരഹിതമാണെന്ന് പറഞ്ഞൊപ്പിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എന്താണെങ്കിലും അതങ്ങനെ അല്ലാതെ സംഭവിക്കണം. അങ്ങനെ സംഭവിച്ചാൽ ദുരഭിമാന കൊലകളായിരിക്കും കേരളത്തിൽ. കെവിനെ എന്തുകൊണ്ടാണ് കൊന്നത്? ഈ കേരളത്തിൽ ഈ അരീക്കോട്ട് ഒരു പയ്യനെ കൊന്നു. അപ്പോൾ സ്വന്തം മകളെപ്പോലും കൊന്നിരിക്കും ജാതി മാറിയാൽ. അത്ര ക്രൂരമായ മനുവിൻ്റെ ആ ബോധം ഇപ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ പൊതുബോധത്തെ, മധുവിനെ കൊല്ലുമ്പോഴും അങ്ങനെയാണ്, ഈ കേരളത്തിൻ്റെ പൊതുബോധത്തെയും മനു ഇപ്പോഴും നിയന്ത്രിക്കുന്നു. ആരും മനുസ്മൃതി വായിച്ചിട്ടല്ലേ? ആരുടെയും മുമ്പിൽ മനുസ്മൃതിയില്ല, ആരുടെയും വീട്ടിൽ മനുസ്മൃതിയില്ല. പക്ഷേ മനസ്സിനകത്തൊരു മനുസ്മൃതിയുണ്ട്, ഹൃദയത്തിനകത്തൊരു മനുസ്മൃതിയുണ്ട്, രക്തത്തിനകത്തൊരു മനുസ്മൃതിയുണ്ട്. അതിനെ കൊല്ലാൻ എന്ത് ചെയ്യണം? അതിന് അംബേദ്കർ പറയുന്നത്, ഇഫ് യു വാണ്ട് ടു ഡിസ്ട്രോയ് ദ കാസ്റ്റ്, യു കനോട്ട് ഡിസ്ട്രോയ് കാസ്റ്റ് അൺലെസ് യു കിൽ, അൺലെസ് യു ഡിസ്ട്രോയ് ദ ഡിവൈൻ സാങ്ഷൻ ബിഹൈൻഡ് ദ കാസ്റ്റ്. അതാണ്. അപ്പോൾ ഒരു വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന ഒരു അധികാര സംവിധാനമുണ്ട്. ദർ ഇസ് എ സാങ്ഷൻ ബിഹൈൻഡ് എവരി സിസ്റ്റം. ആ സാങ്ഷൻ പോപ്പുലർ സാങ്ഷനാണെന്ന് വിചാരിക്കുക. ഒരു പൊതുബോധം തെറ്റാണ്. നമുക്ക് വിജ്ഞാന പ്രക്രിയയിലൂടെ ആ ബോധം തിരുത്താം, വിദ്യാഭ്യാസത്തിലൂടെ മാറ്റാം. പോപ്പുലർ സാങ്ഷൻ, ലീഗൽ സാങ്ഷനോട് കൂടിയാണ് ഒരു കാര്യം നിൽക്കുന്നതെങ്കിൽ നമുക്ക് നിയമപരമായ പരിഷ്കാരങ്ങളിലൂടെ നിയമപിന്തുണയുള്ള അസമത്വ രീതികളെ നിയമപരിഷ്കരണത്തിലൂടെ മാറ്റാം. പക്ഷേ ദൈവിക സാങ്ഷൻ, ഡിവൈൻ സാങ്ഷനുള്ള അനീതികളെ അത്ര മാറ്റുക എളുപ്പമല്ല. ഡിവൈൻ സാങ്ഷനെ മാറ്റണമെങ്കിൽ അംബേദ്കർ പറയുന്നു, വേദങ്ങളുടെയും സ്മൃതികളുടെയും ശ്രുതികളുടെയും മതത്തിന് നിങ്ങൾ ഡൈനമിറ്റ് വെക്കണം. യു മസ്റ്റ് ഡിസ്ട്രോയ് ദിസ് വേദാസ്, ഡിസ്കാർഡ് ദ വേദാസ്. അതിനാർക്കാ ധൈര്യം? അപ്പം ഞാൻ അവസാനിപ്പിക്കാം. അംബേദ്കർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇന്ത്യയിൽ ബുദ്ധിജീവികളുണ്ടോ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. ഇൻ്റലക്ച്വൽസ്, ഡു വി ഹാവ് ഇൻ്റലക്ച്വൽസ്? ബുദ്ധിജീവികളുണ്ടോ നമുക്ക്? ആരാണ് ഒരു ഇൻ്റലക്ച്വൽ? ഹു ഈസ് ആൻ ഇൻ്റലക്ച്വൽ? അംബേദ്കർ പറയുന്നു, ആൻ ഇൻ്റലക്ച്വൽ ഈസ് ആൻ ഇമാൻസിപ്പേറ്റഡ് ബീയിങ്. സ്വയം വിമോചിതനായ ഒരു മനുഷ്യനാണ് ബുദ്ധിജീവി എന്ന് പറയുന്നത്. അവന് ജാതിയുടെയോ മതത്തിൻ്റെയോ വംശത്തിൻ്റെയോ നിയന്ത്രണങ്ങളാൽ സ്വാധീനിക്കപ്പെടാതെ സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു മനുഷ്യനായിരിക്കണം ബുദ്ധിജീവി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആൾക്കാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, ലേണഡ് പീപ്പിൾ ധാരാളമാണ്. അംബേദ്കർ പറയുന്നത്, there is a world of difference between one who is learned and one who is an intellectual. ഒരു പഠിതാവായ മനുഷ്യനും വിജ്ഞാനിയായ ഒരു മനുഷ്യനും ഒരു ബുദ്ധിജീവിയും തമ്മിൽ ബ്രഹ്മാണ്ഡ വ്യത്യാസമുണ്ട്. there is a world of difference.
എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് വൈ ദ ബ്രാഹ്മൺസ് കുഡ് നോട്ട് പ്രൊഡ്യൂസ് എ വോൾട്ടയർ. കത്തോലിക്ക പുരോഹിതനെ എൻ്റെ മകനായി ജനിച്ചിട്ട് പോലും കത്തോലിക്ക മതത്തിനെതിരെ കലഹിച്ച വോൾട്ടയർ അവസാനം ദൈവത്തിൻ്റെ പ്രചാരകന്മാരായി ആൾക്കാർ വന്നിട്ട് വോൾട്ടയറോട് പറയുന്നുണ്ട്, നിനക്ക് ജീവൻ വേണോ, മാറ്റി പറയൂ, ബൈബിളിനെ വിമർശിക്കുന്നത് തിരുത്തിയാൽ നിനക്ക് ജീവൻ തരാം, നിങ്ങൾ എവിടുന്ന് വന്നതാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ സന്ദേശകരാണ് എന്നാ പറയുന്ന വോൾട്ടയറോട്. അപ്പോൾ വോൾട്ടയർ ചോദിക്കുന്നൊരു ചോദ്യം പറയുന്നുണ്ട്, വേറെ ആർ യുവർ ക്രെഡൻഷ്യൽസ്, ദൈവം തന്ന വല്ല ഫോട്ടോസ്റ്റാറ്റും കയ്യിലുണ്ടോ, വല്ല സർട്ടിഫിക്കറ്റുകളും, അത് കണ്ടാൽ ഞാൻ പറയാം. അതുകൊണ്ട് വിഷം മേടിച്ച് മരിക്കുന്ന വോൾട്ടയറുടെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അംബേദ്കർ ചോദിക്കുകയാണ്, വൈ ദ ബ്രാഹ്മിൻസ് ഓഫ് ഇന്ത്യ കുഡ് നോട്ട് പ്രൊഡ്യൂസ് എ വോൾട്ടയർ. ഒരു വോൾട്ടയറെ സൃഷ്ടിക്കാൻ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു ബ്രാഹ്മണന് കഴിഞ്ഞില്ല? നോ, അതുകൊണ്ട് അദ്ദേഹം പറയും, നോ ഇന്റലിജന്റ് ക്ലാസ് ഓഫ് ദ വേൾഡ് ഹാസ് പ്രോസ്റ്റിറ്റ്യൂട്ടഡ് ഇറ്റ്സ് ഇന്റലിജൻസ് ടു ഇൻവെന്റ് എ ഫിലോസഫി ടു കീപ് ഇറ്റ്സ് അൺഎഡ്യൂക്കേറ്റഡ് കൺട്രിമെൻ ഇൻ പെർപച്വൽ സ്റ്റേറ്റ് ഓഫ് ഇഗ്നറൻസ് ആൻഡ് പോവർട്ടി ഓഫ് ദ ബ്രാഹ്മിൻസ് ഹാവ് ഡൺ ഇൻ ഇന്ത്യ. ഇന്ത്യക്കകത്ത് സ്വന്തം നാട്ടിലെ വിദ്യാഹീനരായ മനുഷ്യരെ, നിസ്സഹായര മനുഷ്യരെ എന്നേക്കുമായി വഞ്ചിക്കാനും അത്യതയിൽ പൂട്ടിയിടാനും ഒരു പ്രത്യയശാസ്ത്രം മെനഞ്ഞെടുത്തതോടത്തോളം ബുദ്ധിയെ വ്യഭിചരിച്ച ഒരു ബുദ്ധിജീവി വർഗവും ലോകത്തില്ല. നോ ഇന്റലക്ച്വൽ ക്ലാസ് ഓഫ് ദ വേൾഡ് ഹാസ് പ്രോസ്റ്റിറ്റ്യൂട്ടഡ് ഇറ്റ്സ് ഇന്റലിജൻസ് ടു ഇൻവെന്റ് എ ഫിലോസഫി ദാറ്റ് ഇസ് ബ്രാഹ്മണിസം. അതുകൊണ്ട് ഈ ഫിലോസഫിക്കെതിരെ ആൻറ്റി ബ്രാഹ്മണിക്കലായ, അവിടെയാണ് പൂലേക്ക് പ്രസക്തിയുള്ളത്, അവിടെയാണ് പെരിയാർ പ്രസക്തിയുള്ളത്. ആൻറ്റി ബ്രാഹ്മണിക്കലായിട്ടുള്ള ആ ഒരു റൂട്ടുകളിൽ നിന്ന് വേണം ഇന്ത്യൻ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ ഉയർന്നു വരാൻ. എന്തായാലും ഇതാണ് അതിൻ്റെ റൂട്ട്സ്, അതിൻ്റെ വർത്തമാനം. എൻ്റെ വർത്തമാനം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ രൂപങ്ങൾ എന്തൊക്കെയാണ്? എഡ്യൂക്കേഷനെ ഞാൻ പറഞ്ഞു, എഡ്യൂക്കേഷൻ നിഷേധിച്ചതാണ് പഴയതെങ്കിൽ പുതിയ കാലത്ത് വിദ്യാഭ്യാസം മറ്റൊരു ടൂളാണ്. എഡ്യൂക്കേഷൻ ഹാസ് ബിക്കം എ മോഡേൺ വെപ്പൺ ടു എഗെയിൻ എൻസ്ലേവ് എന്നുള്ളതാണ്. അതുകൊണ്ട് NEP എന്ന് പറയും, ശ്രേഷ്ഠ വിദ്യാഭ്യാസം, വേദങ്ങൾ പഠിക്കുക. ഇതിനകത്ത് സംഭവിക്കുന്നൊരു കാര്യം എന്താണ്? ഞാൻ നാളെ ഈ 4 ഇയർ ഡിഗ്രിയുടെ ഭാഗമായി എൻ്റെ മകൾ ഡിഗ്രിക്ക് പോവുകയാണ്. അവൾ NEPയുടെ 4 ഇയർ ഡിഗ്രി നമ്മുടെ കേരളം കൈനീട്ടി ഇങ്ങനെ സ്വീകരിച്ചു. ആദ്യം മറ്റ് സ്റ്റേറ്റുകൾ നടപ്പിലാക്കുന്നതിനേക്കാൾ മുമ്പേ ചാടി വീണ് PMCയുടെ കാര്യത്തിൽ ഫണ്ട് മേടിക്കാൻ പോയതുപോലെ ഈ പെട്ടെന്ന് 4 ഇയർ ഡിഗ്രി ഇമ്മീഡിയറ്റ് ആയിട്ട് നടപ്പിലാക്കിയ സ്റ്റേറ്റാണ്. 1-ാം വർഷം ഇറങ്ങി അങ്ങ് പോകാം, ആചാരുണ്ടെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് തരും, ഇല്ലെങ്കിൽ ഒന്നും തരത്തില്ല പോലും. അങ്ങനെയാണ്. 2-ാം വർഷം പിന്നെയും പോകാം, വേണമെങ്കിൽ അതിനൊരു സർട്ടിഫിക്കറ്റ് തരുമില്ലേ. അതാണ്. അപ്പോൾ ഇറങ്ങിപ്പോകാനുള്ള വഴികൾ കൂടുതലാണ്, ചെന്ന് കയറാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇതാണ് NEPയുടെ ഒരു എൻട്രൻസ് ഗേറ്റ് എന്ന് പറയുന്നത്. അതൊന്നാണ്. ആരോടായി ഇറങ്ങിപ്പോകാൻ പറയുന്നത്? ഇവിടെ പ്രൊഫഷണൽ കോഴ്സുകളിൽ ടെക്നോളജി പഠിപ്പിക്കുന്നില്ലേ? സോഫ്റ്റ് സ്കില്ല് പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് തൊഴിൽ പഠിക്കണമെങ്കിൽ, നൈപുണ്യം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ITകളുണ്ട്, ഇവിടെ പോളിടെക്നിക്കുകളുണ്ട്, ഇവിടെ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, BTech ഒക്കെ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. പിന്നെ എന്തിനാ NEP 4 വർഷം ഡിഗ്രി പഠിച്ച് കുറച്ചുകൂടെ ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകാൻ വേണ്ടി അവിടെ ചെല്ലുന്നവനോട് ഇന്ത്യൻ കുലത്തൊഴിൽ പഠിക്കണം എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം എന്ന പിന്നോക്കക്കാരനൊക്കെ നിൻ്റെ കുലത്തൊഴിലും ഒക്കെ പഠിച്ചിട്ട് നീ അങ്ങനെ പണി ചെയ്താൽ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ അതിനകത്ത് സംസ്കൃതം പഠിക്കണം, ദേവഭാഷ അറിയാമല്ലോ. ആ സംസ്കൃതം പഠിച്ചാൽ ഇവിടോട്ടാ പോകുന്ന. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ പുതിയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായ ശ്രേഷ്ഠ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് വേദങ്ങളും ഇതിഹാസങ്ങളും ചാണകത്തിൽ ഗവേഷണവും ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് 35 ലക്ഷം രൂപ ജവഹർലാൽ യൂണിവേഴ്സിറ്റിയിൽ ചാണകത്തെ സംബന്ധിച്ച് മാത്രം റിസർച്ച് ചെയ്യാൻ അനുവദിച്ച പൈസയുടെ കണക്ക് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഇന്ത്യയിൽ 4000-3000 വർഷക്കാലമായി നിലവിലിരുന്ന ഈ രാജ്യത്തെ മാർജിനലൈസ് ചെയ്യപ്പെട്ട ദലിതരെയും ആദിവാസികളെയും പിന്നോക്ക വിഭാഗങ്ങളെയും ഉന്മൂലനം ചെയ്ത പ്രത്യയശാസ്ത്രത്തിൻ്റെ ദൈവികതയുടെ ന്യായങ്ങളെ പുതിയ കാലത്ത് സിലബസിൻ്റെയും കരിക്കുലത്തിൻ്റെയും ഭാഗമായി ഒരു പുതിയ തലമുറ പഠിച്ചു വരുമ്പോൾ, ഇന്ന് ഇതൊന്നും പഠിച്ചിട്ടാണോന്നില്ല ദലിതനെ കൊല്ലുന്നത്. സഹപാഠികൾ റാഗിയാണ് ജാതിയുടെ പേരിൽ, സഹപാഠികളും കൊല്ലുകയാണ്. 13,500 കുട്ടികളാണ് IITകളിൽ നിന്ന് പഠനം നടത്തി വീടുകളിലേക്ക് മടങ്ങിപ്പോയത്. അത് സഹിക്കാൻ പറ്റുന്നില്ല ജാതി പീഡനങ്ങൾ. അത് മുസ്ലിം ആയാലും ഹിജാബ് ധരിച്ചാൽ അവർക്ക് പഠിക്കാൻ പറ്റില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഇത്തരൊരവസ്ഥയിൽ പുതിയ തലമുറയിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ വൈദിക വിദ്യാഭ്യാസം കൂടി പഠിച്ച് അത് ആധുനികമായ രീതിയിൽ അടിച്ചേൽപ്പിച്ച് കാമ്പസുകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു പുതിയ ലോകം, ഒരു പുതിയ സമൂഹം എങ്ങനെയായിരിക്കും ഈ നാട്ടിൽ നാളത്തെ അധികാരികളായി, നാളത്തെ എഴുത്തുകാരായി, നാളത്തെ രാഷ്ട്രീയക്കാരായി, നാളത്തെ പോലീസായി, നാളത്തെ പട്ടാളമായി, നാളത്തെ ജഡ്ജിയായി അവർ മാറുമ്പോൾ? ഇതൊന്നും ഇല്ലാത്ത ജഡ്ജിമാർ എങ്ങനെയാണ് ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് അത് ശരിയാണ് എന്ന് പറഞ്ഞ, അത് പൊളിച്ചത് തെറ്റാണ്, പക്ഷെ അവിടെ അമ്പലമാണ് വേണ്ടതെന്ന് പറഞ്ഞ ഒരു വിധിന്യായമാണ് നമ്മുടെ ഈ പറയുന്ന ജൂറിസ്പ്രുഡൻസ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ അവിടെയാണ് എത്തിയിരിക്കുന്നത്. നോക്കണം നമ്മുടെ ജുഡീഷ്യറി എങ്ങനെയാണെന്ന്. ജുഡീഷ്യറിക്ക് മൂക്ക് കയറിട്ടിരിക്കുന്നു. ഒരു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസിയുടെ പേരാണ് ഇലക്ഷൻ കമ്മീഷൻ. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനാണ് ഭരണഘടന പറയുന്നത്. ഇപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? ബംഗാൾ മമതയ്ക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ? മമതയുടെ പേഴ്സണാലിറ്റിയെക്കുറിച്ചാണ് ഏറ്റവും പുതിയ ചില വിമർശനങ്ങൾ വരുന്നത്. അവർ ഇച്ചിരി ഗർവമുള്ളവരാണ്. അങ്ങനെ പലപ്പോഴും റേപ്പ് ചെയ്യപ്പെടുന്ന സ്ത്രീയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുന്നവരെ, അവൾ അല്ലെങ്കിൽ ഇച്ചിരി നല്ലപോലൊക്കെ വസ്ത്രം ധരിച്ച് കിടന്നായിരുന്നെങ്കിൽ, ഏത് വസ്ത്രം ധരിച്ച് കിടന്നാലും എന്താ? ഒരു സ്ത്രീയോട് കയ്യേറ്റം ചെയ്യാൻ ഏത് പുരുഷനാണ് അധികാരം?
മമത എങ്ങനെ വേണം, അവരുടെ പെരുമാറ്റം എങ്ങനെയാണോ, അവരെ ഉൽപ്പാദിപ്പിച്ച പെരുമാറ്റം വേറെ ആയിരിക്കാം. പക്ഷേ ഇന്ത്യയിലെ ഈ സമഗ്രാധിപത്യ പ്രവണതയെ, സംഘപരിവാറിനെയും മോഡിയെയും അമിത്ഷായെയും ഇത്ര തൻ്റെ ഇടത്തോടെ ചലഞ്ച് ചെയ്തൊരു സ്ത്രീ, അവരുടെ രാഷ്ട്രീയം 91 ലക്ഷം പേരെ വെട്ടിക്കളയുക, ഇത് ജർമ്മനി ചെയ്ത കാര്യമാണ്. പൗരത്വത്തെ റദ്ദ് ചെയ്യുക, ഡീഫ്രാഞ്ചൈസ് ചെയ്യുക, ഇതെല്ലാം ഇവിടെ ഉണ്ടായത്. പ്രതികരിക്കാൻ ആരാ ഉള്ളത്? രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തി. അതിനുശേഷം കെട്ടുകണക്കിന് SIRന്റെ ഫയലുകളുമായി വന്ന് പത്രസമ്മേളനം നടത്തി. അദ്ദേഹത്തിൻ്റെ പാർട്ടി പോലും അത് കേരളത്തിലെ പോലുള്ള സംസ്ഥാനങ്ങൾ ഏറ്റെടുത്തോ? വിമർശിക്കേണ്ട കാര്യമാണിത്. രാഹുൽ അല്ലാതെ AICC പോലും അത് ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടായോ എന്നതാണ്. നമ്മുടെ പൊളിറ്റിക്സ് എവിടേക്കാണ് പോകുന്നത്? ഇത്ര ജീർണമായിട്ടാണ്. അപ്പോൾ സംഘപരിവാറിൻ്റെ ഇത്തരം തന്ത്രങ്ങൾക്കെതിരെയുള്ള രാഷ്ട്രീയം ഉയർത്താൻ മതേതര പക്ഷത്ത് നിൽക്കുന്ന പാർട്ടികളുടെ പോലും ബുദ്ധിജീവികൾക്കും പാർട്ടി നേതാക്കൾക്കും പറ്റാത്ത രീതിയിലേക്ക് അത്തരം പാർട്ടി ശരീരങ്ങൾക്കുള്ള പൊളിറ്റിക്കൽ ബോഡികളിൽ ഫാഷിസത്തിൻ്റെ ക്യാൻസർ ബാധിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു കാലത്ത് ഏത് കീമോതെറാപ്പി ഉപയോഗിച്ച് വേണം നമ്മളിതിനെ ചികിത്സിക്കാൻ എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ഇങ്ങനെ വരുന്നു. ഇലക്ഷൻ കമ്മീഷൻ എന്നൊരു കാര്യാലയമാണ്, RSSൻ്റെ ഒരു കാര്യാലയമായി ഇലക്ഷൻ കമ്മീഷൻ മാറിയിരിക്കുമ്പോൾ പിന്നെ ED എല്ലാം അറിയാമല്ലോ. ED ആണെങ്കിലും കൊള്ളാം, CBI ആണെങ്കിലും ഇത്തരം ഏജൻസികളെ മുഴുവൻ കൈക്കലാക്കി വെച്ചുകൊണ്ട് മൊത്തത്തിൽ ഡെമോക്രസിയെ കശാപ്പ് ചെയ്യുന്നു. എന്താണെങ്കിലും ഇത്തരം സാഹചര്യത്തിലാണ് ഈ ഏറ്റവും വലുതായിട്ട് സംഭവിക്കേണ്ടത് ഈ ഒരു പ്രത്യേകത കൂടെ. ഫാഷിസം ഒരു അധികാര രൂപത്തെ സൃഷ്ടിക്കുകയും ആ അധികാരത്തിൻ്റെ സമഗ്ര സ്വഭാവം പുലർത്തുന്ന ഏതെങ്കിലും ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമായി അത് സമൂഹങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന പ്രവണതയാണ് പല ഭാഗത്തും ഫാഷിസത്തിൻ്റെ പ്രയോഗ രീതികൾ. പക്ഷേ ഇന്ത്യക്കകത്ത് അങ്ങനെയല്ല. ഒരു കാലഘട്ടത്തിൽ മാത്രമായിട്ട് സ്റ്റേറ്റ് രൂപം കൊള്ളുകയും ആ സ്റ്റേറ്റിൻ്റെ ഒരു കോൺടെക്ച്വലായ ഡോമിനൻസ് അതിന് വിധേയരാകുന്ന തൊഴിലാളികളുടെയോ പാർശ്വവൽകൃതരുടെ മേൽ പ്രയോഗിക്കുന്ന ഒരു ടെമ്പററി ഫിനോമിനൻ അല്ല ഇന്ത്യൻ ഫാഷിസം എന്ന് പറയുന്നത്. 4000 ഇയേഴ്സായി ഈ രാജ്യത്ത് ചില വിഭാഗങ്ങൾക്കെതിരെ വംശപരമായ വിരോധത്തോടുകൂടി നിരന്തരമായി അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, അപമാനിച്ചുകൊണ്ടിരിക്കുന്ന, അവരെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അനിഹിലേഷൻ പ്രോസസ്സാണ്. ഒരു തുടർച്ചയായ ജനോസൈഡാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് ഇന്ത്യൻ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് നിങ്ങൾ പരിശോധിക്കുക. ഓരോ മിനിറ്റിലും 6-7 ദളിതർ ഇന്ത്യയിൽ തല്ലുകൊള്ളുന്നു. ഇന്ത്യയിൽ ഓരോ മിനിറ്റിലും 6 ദളിതൻ ശാരീരികമായ പീഡനത്തിന് വിധേയരാകുന്നു. ഓരോ ദിവസവും 3 മുതൽ 5 വരെ ദലിത് സ്ത്രീകൾ സവർണ ജാതികളാൽ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. ഓരോ ദിവസവും ദലിതരുടെ 15 കുടിലുകൾ ചുട്ടുകരിക്കപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഡർബൻ കോൺഫറൻസിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച കണക്കുകളാണ്. ഇത് എത്ര കാലമായി തുടരുന്നു? എത്രയോ നാളുകളായി തുടരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അൺഎൻഡിങ് ജനോസൈഡായിട്ട് പോകുന്ന ഒന്നാണ് ഇന്ത്യൻ ഫാഷിസം എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമല്ല, എല്ലാ കാലഘട്ടങ്ങളിലും കാലഘട്ടങ്ങൾക്ക് അതീതമായി ഇത് ഇന്ത്യയിൽ ഇങ്ങനെ അനുവർത്തിച്ചു വരുമ്പോൾ അതിനെ ചെറുക്കുന്ന ഒരു പ്രക്രിയയായി മാറണം ഇന്ത്യയിലെ ഡെമോക്രസി എന്ന് പറയുന്നതും ഇന്ത്യൻ ജനാധിപത്യ മുന്നേറ്റം എന്നൊക്കെ പറയുന്നത്. ആ നിലയ്ക്ക് സ്വാഭാവികമായും നിങ്ങൾ ഇപ്പം ദലിതരെയും ആദിവാസികളോടൊക്കെ ഉള്ള സമീപനം ഉണ്ടല്ലോ, നിങ്ങളെ ഞങ്ങൾ പരിഗണിക്കാം എന്ന് പറയുന്ന രീതിയിലാണ്. അതല്ല, ഇതിൻ്റെ വിക്ടിമൈസ് ചെയ്യപ്പെട്ട ചരിത്രത്തിൽ ഇതിനോട് എല്ലാ കാലത്തും എതിർത്ത് നിന്ന ജനസമൂഹങ്ങളുടെ ചിന്താധാരകളെ നമ്മുടെ വിമോചന രാഷ്ട്രീയ ധാരകൾക്കൊപ്പം ചേർത്ത് വെക്കാൻ കഴിയണം. അതുകൊണ്ട് അത്തരത്തിലുള്ള ആശയപരമായ ഈ ഉൾച്ചേർക്കൽ ആവശ്യമാണ്. ഒന്ന്, ഫാസിസ്റ്റ് പോരാട്ടത്തിൽ അതിൻ്റെ മുൻനിരയിൽ മറ്റുള്ളവർക്കൊപ്പം ഈ നൂറ്റാണ്ടുകളായി ഇതിൻ്റെ നിരന്തരമായ വേട്ടയാടപ്പെടുന്ന സമൂഹങ്ങളുടെ നേതൃത്വങ്ങൾ ഉണ്ടാകണം, അവരുടെ കർത്തൃത്വം ഉണ്ടാകണം. അത്തരത്തിലുള്ളൊരു കൂട്ടായ്മ നമ്മുടെ വിശാലമായ ഫാസിസ്റ്റ് കൂട്ടായ്മകൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. എന്താണെങ്കിലും ഇന്ത്യൻ ഡെമോക്രസിയുടെ ഏറ്റവും അപകടകരമായ ഒരു മുനമ്പിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു പാർട്ടിക്ക് മാത്രമായിട്ടോ ഒരു സമൂഹത്തിന് മാത്രമായിട്ടോ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് സ്വാഭാവികമായും ഈ ആൻറ്റി ബ്രാഹ്മണിക്കലായ പ്രത്യയശാസ്ത്രത്തെ വികസിപ്പിച്ചു കൊണ്ടുവരികയും വിശാലമായ, അത് മുമ്പേ ഞാൻ പറഞ്ഞ ഘടകങ്ങളൊക്കെ ഉള്ളപ്പോഴും ഇതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെ നമുക്ക് പ്രായോഗികമായി ചേർന്ന് നിൽക്കാം. സാഹോദര്യം എന്ന വികാരം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഫ്രട്ടേണൽ ആ വികാരത്തിനും തടസ്സം നിൽക്കുന്നൊരു കാര്യമായി ജാതി എന്ന് പറയുന്നത്. ഇപ്പം ജാതിയെ ഭേദിക്കാൻ ഉള്ള ആ ഒരു തരം ആത്മവിശ്വാസവും അതിനുള്ള ദൈക്ഷണികതയും പുലർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഇതിൻ്റെ ഭേദിച്ചുകൊണ്ടുള്ള ഒരു ഐക്യം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഡെമോക്രസി എന്നൊക്കെ പറയുന്നതിന് അംബേദ്കർ ഒന്നുകൂടെ പറയുന്നുണ്ട്, ഡെമോക്രസി ഈസ് നോട്ട് പിയർലി എ ഫോം ഓഫ് ഗവൺമെൻറ്, ഇറ്റ്സ് ആൻ ആറ്റിറ്റ്യൂഡ്. സഹജീവികളായ മനുഷ്യരോട് ഉൾച്ചേരാനുള്ളൊരു മനോഭാവത്തിൻ്റെ പേരാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. There cannot be a democratic society unless the society which function is democratic in its form and structure. അതുകൊണ്ട് നമ്മുടെ രൂപങ്ങളിലും ഭാവങ്ങളിലും നമ്മുടെ ചിന്തയിലും ജനാധിപത്യം ആന്തരികമായി കൊണ്ട് നടക്കണം. അകത്ത് ആ ഒരു ജനാധിപത്യ ഭാവന ഇല്ലാത്തവന്
പുറത്ത് ജനാധിപത്യം കാണിക്കാൻ കഴിയില്ലെന്നും കൂടി അതിൻ്റെ വിക്ടിമൈസേഷൻ്റെ വിധേയനായ ഒരു മനുഷ്യൻ്റെ പ്രത്യയശാസ്ത്രമായതുകൊണ്ട് അംബേദ്കർ പറയുന്നുണ്ട്. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്നത് മുമ്പിൽ നിൽക്കുന്നവന് മുന്നിൽ തന്നെ നിൽക്കാൻ സഹായിക്കുന്ന ഒന്നല്ല, ഏറ്റവും അവസാനം നിൽക്കുന്നവന് ആദ്യത്തെ നിൽക്കുന്നവൻ്റെ പരിഗണന കൊടുക്കുന്ന മനോഭാവത്തിൻ്റെ പേരാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഡെമോക്രസി എന്നൊക്കെ പറയുന്നത് കേവലം പൊളിറ്റിക്കൽ ഡെമോക്രസിക്ക് അപ്പുറത്തേക്ക് ഇവിടെ സമൂഹങ്ങളാണ്, സമുദായങ്ങളാണ്. വ്യക്തി സ്വത്വത്തിന് യൂറോപ്പിലെ പോലും അർത്ഥമില്ല. പകരം ഇവിടെ ഒരു വ്യക്തി അവൻ ഏത് ജാതിയിൽപ്പെട്ടവനാണെന്ന് നോക്കിയിട്ടാണ് അവർ വില നിശ്ചയിക്കുന്നുള്ളതുകൊണ്ട് ആ സമുദായങ്ങൾക്ക് കൂടി പ്രാതിനിധ്യവും പങ്കാളിത്തവും എല്ലാ മണ്ഡലങ്ങളിലും ഉറപ്പുവരുത്തുന്ന ഒരു സമ്പ്രദായമായിരിക്കണം ഇന്ത്യയുടെ സാമൂഹ്യ ജനാധിപത്യം എന്ന് പറയുന്നത്. സോഷ്യൽ ഡെമോക്രസി എന്ന് അംബേദ്കർ പറഞ്ഞ് അതിവിടെ ഇല്ല, പുലരുന്നില്ല. അതുകൊണ്ട് സംവരണത്തെ അത് പറഞ്ഞ് നിർത്തുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സംവരണ വിരോധം? ഇത്രയും വലിയ സംവരണ വിരോധം RSS ആണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. എത്രയും പെട്ടെന്ന് സംവരണം അവസാനിപ്പിക്കണം. അത് പറയുന്നൊരു കാര്യം മെറിറ്റ് വാദമാണ്. സംവരണം മെറിറ്റിനെ തൊലയ്ക്കുന്നു എന്നാണ്. അങ്ങനെ ഒരു മെറിറ്റ് ഉണ്ടോ? ഒരു രാജ്യമെന്ന് പറയുന്നത് ആ രാജ്യത്തെ ആ ജനങ്ങൾ വിവിധ ജാതികളിൽപ്പെട്ടവർ, മതങ്ങളിൽപ്പെട്ടവർ, സമുദായങ്ങളിൽപ്പെട്ടവർ. ഈ ഡെമോക്രസിക്കകത്ത് ഗവേണൻസ് എന്ന് പറയുന്നത് അധികാരമാണ്. ഉദ്യോഗം എന്ന് പറയുന്നത് എന്താണ്? അത് സിവിൽ സർവീസാണ്, അധികാരമാണ്. അതുകൊണ്ട് നൂറ്റാണ്ടുകളായി ചില സമൂഹങ്ങളെ വെറുക്കുക എന്നത് ഒരു ആചാരമായി കൊണ്ടു നടക്കുന്നവരുടെ കയ്യിലേക്ക് അവൻ്റെ അവകാശങ്ങൾ വീതം വെക്കുന്ന അധികാരം ഏൽപ്പിച്ചു കൊടുത്തുള്ള അവസ്ഥ എന്താ? ഈ സംവരണത്തിൻ്റെ യുക്തിയെ നമ്മൾ ചിന്തിക്കണം. ദലിതരെ കൊല്ലുക എന്ന് പറയുന്ന ഒരു വംശീയ പദ്ധതിയായി ദലിതരെ വെറുക്കുക എന്ന് പറയുന്നത് ഒരു ചിന്താരീതിയായി സംസ്കാരമായി കൊണ്ടു നടക്കുന്നവൻ എൻ്റെ അവകാശങ്ങൾ വീതം വെക്കുന്ന അധികാരിയായി ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? എൻ്റെ വിക്ടിമൈസേഷനാണ്. അതുകൊണ്ട് നൂറ്റാണ്ടുകളായി ഈ രാജ്യത്ത് നിലവിലിരിക്കുന്ന സമൂഹത്തിൽ ഒരു അധികാരത്തെ എങ്ങനെ വിതരണം ചെയ്യാമെന്ന തരത്തിൽ പ്രാതിനിധ്യം കൊടുക്കുക എന്നതല്ല ഇന്ത്യയുടെ സംവരണം എന്ന് പറയുന്നത്. 4000 കൊല്ലക്കാലം ചില സമൂഹങ്ങളുടെ വികാസത്തിന്, വളർച്ചയ്ക്ക്, വിദ്യാഭ്യാസത്തിന്, സാമ്പത്തിക ഔന്നത്യത്തിന് തടസ്സമായി നിന്ന് അവനെ പാരലൈസ് ചെയ്ത് അവൻ്റെ വളർച്ച മുരടിപ്പിച്ച, അവൻ്റെ നഷ്ടത്തിൽ ചവിട്ടി നേട്ടമുണ്ടാക്കിയ ഒരു ജനത തിരിച്ചു കൊടുക്കേണ്ട കോമ്പൻസേഷൻ്റെ പ്രശ്നം സംവരണത്തിനകത്തുണ്ട്. ഇത് ലോകത്താരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് സംവരണം വേണ്ടെന്ന് തന്നെയാണ് ദലിതരും പറയുന്നത്. വി നീഡ് കോമ്പൻസേഷൻ, വി നീഡ് റാപ്പറേഷൻ. 4000 വർഷത്തെ നഷ്ടം ഒന്ന് നിശ്ചയിക്കണം. എവിടെ എത്തുമായിരുന്നു ഞങ്ങൾ എന്നൊന്ന് ആലോചിക്കണം. അത്രയും എത്തുമായിരുന്നതിൻ്റെ കണക്ക് കൂട്ടിയ നഷ്ടം ഇൻ ടേംസ് ഓഫ് ക്രോഡ്സ്, ഇൻ ടേംസ് ഓഫ് മില്യൺസ്, ഇൻ ടേംസ് ഓഫ് ഏക്കേഴ്സ് ഓഫ് ലാൻഡ് തിരിച്ചു കൊടുക്കണം. അത് പറ്റുമോ? അതുകൊണ്ട് അമേരിക്ക ചെയ്തില്ലേ? അമേരിക്കയിൽ ഇക്വാലിറ്റി കമ്മീഷൻ ഉണ്ടായി. അവിടെ ബ്ലാക്സിന് ഏക്കർ കണക്ക്, ഹെക്ടർ കണക്കിന് ഭൂമി കൊടുത്തു. വൺ ടൈം കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടി ക്രോഡ്സ്, കോടിക്കണക്കിന് രൂപ കൊടുത്തു നഷ്ടപരിഹാരം. ഇത് മലേഷ്യ കൊടുത്തു. 50 രാജ്യങ്ങളിൽ സംവരണത്തിൻ്റെ അടിസ്ഥാനം ഇതാ, അല്ലാതെ മെറിറ്റ് ഒന്നുമല്ല. ഏറ്റവും വലിയ മെറിറ്റുള്ള ആളാണ് അങ്ങനെയാണെങ്കിൽ ആരാ? ഇപ്പോൾ EMS വലിയ മെറിറ്റുള്ള ആളല്ല. ഇളംകുളം മനക്കൽ ശങ്കർ നമ്പൂതിരിപ്പാടായതുകൊണ്ട് ആ മനയിലായിരിക്കും ഏറ്റവും മെറിറ്റുള്ള ഒരാൾ. അങ്ങനെയാണെങ്കിൽ ആ മനയെ ജനിക്കുന്ന ഒരു കുഞ്ഞിനെ എടുക്കുക. EMSൻ്റെ കുടുംബത്തിലെ ഏറ്റവും കൊച്ചു പേരക്കുട്ടിയായ ഒരു ബ്രാഹ്മണ കുട്ടിയെ എടുത്ത് അട്ടപ്പാടിയിൽ കൊണ്ടുപോയി ഒരു ആദിവാസി കുടിലേക്ക് അങ്ങ് വിടണം. DNA വല്ലതും ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. എന്നിട്ട് ആദിവാസി കുടിലിൽ നിന്ന് അട്ടപ്പാടിയിൽ നിന്നൊരു ആദിവാസി കുട്ടിയെ നമുക്ക് മൂപ്പരിപ്പുണ്ട്, നമുക്കൊരു കുട്ടിയെ തന്നാൽ ആ കുട്ടിയെ കൊണ്ട് EMSൻ്റെ മനക്കലെ ഇന്നത്തെ ആ തറവാട്ടിലെ സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണോ അതനുഭവിച്ച് വെണ്ണയും തിന്ന് തൈരും കുടിച്ച് അവൻ പോഷകാഹാരവും കഴിച്ച് വേണമെങ്കിൽ ന്യൂട്രീഷൻ സാധനമൊക്കെ ആയിട്ട് അവൻ പഠിച്ച് വളർന്നിട്ട് 20-25 വർഷം കഴിയുമ്പോൾ ഈ 2 കുട്ടികൾക്ക് എന്ത് പറ്റിയെന്ന് ആലോചിച്ചാൽ മതി മെറിറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാൻ. അപ്പം അതുകൊണ്ട് അത് സൗകര്യങ്ങളാണ്, അവസരങ്ങളാണ് മനുഷ്യനെ വളർത്തുന്നത്, അല്ലാതൊന്നും അങ്ങനെയൊന്നും ഇല്ല. അത് മെറിറ്റ് എന്ന് പറയുന്നത് അങ്ങേയറ്റം ആൻറ്റി ഹ്യൂമനായിട്ടുള്ള ഒരു സാമൂഹ്യ വിരുദ്ധ പ്രയോഗമാണ്. ഒരു ജനാധിപത്യത്തിൽ എല്ലാവർക്കും ഇടം കിട്ടേണ്ട പൊതുമണ്ഡലത്തിൽ ഞങ്ങൾക്ക് മാത്രമാണ് എന്നും ഇടങ്ങൾ, പണ്ടും ഞങ്ങളുടേതായിരുന്നു, ഇന്നും ഞങ്ങളുടേതാണ്, അതിനുള്ള കഴിവ് ഞങ്ങൾക്കേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു അഹങ്കാരത്തിൻ്റെ പേരാണ് മെറിറ്റ് എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ നേരിടാനും കൂടി നമ്മുടെ ഡിസ്കോഴ്സുകളിൽ നമുക്ക് കഴിയണം. ഇപ്പോൾ 1759 സിവിൽ സർവീസ് തുടങ്ങി. ആദ്യം ബ്രിട്ടീഷ് കവനൻറ്റ് സർവീസ് ആയിരുന്നല്ലോ, കവനൻറ്റ് സർവീസ്. ആ കവനൻറ്റ് സർവീസ് ഏതാണ്ട് 1860 ആയപ്പോഴാണ് സിവിൽ സർവീസ് ICS ആക്കിയത്. ICS ആണ് ഇപ്പോഴത്തെ IAS ആക്കിയത്. സാർ 1861 വരെ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ ബ്രിട്ടീഷുകാരോട് എഴുതി ജയിക്കാൻ ഏതെങ്കിലും ഒരു ബ്രാഹ്മണന് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയിൽ ബ്രാഹ്മണർ പരീക്ഷ എഴുതാൻ തോക്കുക. 60 വർഷക്കാലം ബ്രിട്ടീഷുകാരോട് പരീക്ഷ എഴുതി ഒറ്റ ബ്രാഹ്മണൻ ജയിച്ചില്ല. അവസാനം അവർ സങ്കട ഹർജി കൊടുത്തു ബ്രിട്ടീഷുകാർക്ക്. വിക്ടോറിയ രാജ്യക്ക് ഒരു സങ്കട ഹർജി, ഞങ്ങൾക്കൊരു ബ്രാഹ്മണന് സിവിൽ സർവീസ് പരീക്ഷ എഴുതി ജയിക്കാൻ കഴിയുന്നില്ല, 36% മോഡറേഷൻ തരണമേ എന്ന് പറഞ്ഞ് അപേക്ഷിച്ചു. അങ്ങനെ അപേക്ഷിച്ച് ഗതികെട്ട അവസാനം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ സവർണർ കൂടെ കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ആദ്യമായി സിവിൽ സർവീസ് പരീക്ഷ പാസ്സായത്. ഈ റിസർവേഷൻ കിട്ടിയിട്ടാണെന്ന് മനസ്സിലാക്കാതെയാണ് ഈ രാജ്യത്തെ സംവരണ സമൂഹങ്ങളെ ആക്ഷേപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മെറിറ്റാണ് ഏറ്റവും നല്ലതെങ്കിൽ ഇതിനേക്കാൾ നല്ലത് ബ്രിട്ടീഷുകാർ ഭരിച്ചാൽ പോരായിരുന്നു. എത്ര വലിയ മെറിറ്റായിരുന്നു. അപ്പോൾ അതൊന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വരരുത്. ഞാൻ എന്തായാലും ചുരുക്കുന്നു. ഇത്തരം ടീച്ചർ പറഞ്ഞതുപോലെ
ഒരു അതീശ വ്യവഹാരങ്ങളുടെ വീണ്ടും തുടർച്ചയായി നമ്മുടെ നാട്ടിലെ ജാതിവിരുദ്ധ പോരാട്ടങ്ങളും ഈ ജനാധിപത്യ വ്യവഹാരങ്ങളും മാറിപ്പോകാതെ ഈ നാട്ടിലെ ഏറ്റവും ഒൺലി ദ വിയർ നോ ദ പിഞ്ച് ഓഫ് ദ ഷൂ. ഈ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥ ഒരു ഷൂ ആണെങ്കിൽ അതിൻ്റെ വേദന അനുഭവിക്കുന്നത് വിയറാണ് എന്നതുപോലെ ഇന്ത്യക്കകത്ത് ഈ പറയുന്ന എല്ലാവിധമായ ഫാസിസ്റ്റ് പ്രയോഗങ്ങളുടെയും യഥാർത്ഥ ഇരകൾ ഈ രാജ്യത്തെ അൺടച്ചബിൾസ് ആണ്. അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് തന്നെ അറിയാമല്ലോ, അൺടച്ചബിൾ ആണ്, അൺസീയബിൾ ആണ് എന്ന് പറഞ്ഞാൽ ആലോചിച്ചു. അത് മാറിയിട്ടില്ല ഇവിടെ ഒന്നും. അയിത്തം ജാതിരഹിതമായ ഒരു ഗ്രാമം ഉണ്ടോ നമ്മുടെ കേരളത്തിൽ? നവോത്ഥാന കേരളത്തിൽ ജാതിയില്ലാത്തൊരു ഗ്രാമം ഉണ്ടാക്കാൻ പറ്റുമോ? മഹാരാഷ്ട്രയിൽ അങ്ങനെ ഒരു ഗ്രാമം പ്രഖ്യാപിച്ചു ഈ അടുത്ത ദിവസം, അറിഞ്ഞല്ലോ. മഹാരാഷ്ട്രയിൽ എവിടെ ഒരു ഗ്രാമത്തിൽ ജാതി ഇല്ല എന്ന് അവർ വേണ്ടാന്ന് വെച്ചു. എൻ്റെ ചോദ്യം നിങ്ങളോട് ഇതാണ്, വേക്കപ്പ് കേരളയോട്. ജാതി ഇല്ല കേരളം അത് പോട്ടെ, ബുദ്ധിമുട്ടായിരിക്കും. ജാതി ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഗ്രാമം തൃശ്ശൂരെങ്കിലും പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയുമോ? ജാതിരഹിത ഒരു ഗ്രാമം അത്രത്തോളം പ്രശ്നമാണത്. എന്തായാലും അൺടച്ചബിലിറ്റി അതൊക്കെ നമ്മൾ കാണണം. അൺടച്ചബിലിറ്റി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ പ്രശ്നമുണ്ട്. അത് പൗരാണിക ഇന്ത്യയിൽ ആ വിപ്ലവം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ മൗര്യന്മാരെ പണിഷ് ചെയ്തുണ്ടായി ജയിലാണ് അൺടച്ചബിലിറ്റി എന്ന് പിന്നീട് അംബേദ്കർ പറയുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ ഇന്ത്യയിലെ ഇത്തരം ജനാധിപത്യ മുന്നേറ്റത്തിലും നമ്മുടെ ഭരണഘടനയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ദൗത്യമാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പോയാൽ ദാറ്റ് വിൽ ദി എൻഡ് ഓഫ് എവറിത്തിങ്. വൺസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡിസ്ട്രോയിഡ് എവറിത്തിങ് വിൽ ബി ഡിസ്ട്രോയിഡ്, നോ ഡൗട്ട്. ഇനി എത്രത്തോളം നമ്മുടെ ഭരണഘടന ഉണ്ടോ അവിടെ? അതിനകത്തുനിന്ന് എന്താ സോഷ്യലിസ്റ്റ് എന്ന വാക്ക് അവരങ്ങ് മായ്ച്ചു, സെക്കുലർ എന്നുള്ള വാക്ക് മാറ്റി. രണ്ട് വാക്കുകളല്ല മാറ്റിയത്. സോഷ്യലിസ്റ്റ് എന്ന് മാറ്റിയാൽ ഇനി ക്ഷേമരാഷ്ട്രങ്ങൾ വേണ്ട, ഇനി എക്കണോമിക് അത്തരത്തിലുള്ള ജസ്റ്റിസ് വേണ്ട. ഭരണഘടന പാർട്ട് 4 വെട്ടാനാണല്ലോ അത് മാറ്റിയത്. പാർട്ട് 4 ആർട്ടിക്കിൾ 38 ഉണ്ട്, 39 ഉണ്ട്. എന്താണ്? ഈ രാജ്യത്തെ സമ്പദ്ഘടന ഒരു ന്യൂനപക്ഷത്തിൻ്റെ കയ്യിലേക്ക് മാത്രമായി ചുരുങ്ങാതെ ഭൂരിപക്ഷ താല്പര്യത്തിന് വേണ്ടി നീതിപൂർവമായി വിതരണം ചെയ്യപ്പെടണമെന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് ഉള്ളടക്കമുള്ള ഭരണഘടന DP. ആ DP ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ ഭാഗമാണെന്ന് അംബേദ്കർ ആഗ്രഹിച്ചത്. അതിന് തർക്കം നടന്നു ഒരാഴ്ച കാലം. ഇത് പറ്റത്തില്ല, ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലേ, ഞാനിത് എഴുതാനില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി അംബേദ്കർ. പിന്നെ നെഹ്റു പോയി തിരിച്ചു കൊണ്ടുവന്നിട്ടാണ് എഴുതിയത്. അപ്പോൾ DP സത്യത്തിൽ ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് വരണം. കാരണം ഫണ്ടമെന്റൽ റൈറ്റ്സ് തരുന്നത് പൊളിറ്റിക്കൽ റൈറ്റ്സ് മാത്രമാണ്. ആ പൊളിറ്റിക്കൽ റൈറ്റ്സ് അംബേദ്കർ ചോദിക്കുന്നുണ്ട്. ഭരണഘടന നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് തരുന്നു. ആ റൈറ്റ്സ് അനുഭവിക്കാൻ കഴിയാതെ വരുന്നവൻ എന്ത് ചെയ്യണം? ആ റൈറ്റ്സ് നേടിയെടുക്കാൻ കരുത്തില്ലെങ്കിൽ അവന് കരുത്ത് കൊടുക്കാനുള്ള വല്ല പരിഹാരവും ഭരണഘടനയ്ക്കുണ്ടാകുന്ന ചോദ്യം. വെൻ ദ റൈറ്റ്സ് ആർ വയലേറ്റഡ് ഈസ് ദെയർ എ റെമഡീസ്. റെമഡീസിൻ്റെ അഭാവത്തിൽ റൈറ്റ്സുകൾക്ക് അർത്ഥമില്ല എന്ന് അംബേദ്കർ പറഞ്ഞു. അതുകൊണ്ട് ആ റെമഡിയാണ് DP എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിലെ പൗരന്മാർക്ക് അവൻ്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ എംപവർ ചെയ്യുന്ന ഭരണഘടന പാർട്ട് 4 ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ പാർട്ട് 4 നമ്മുടെ രാജ്യത്ത് തീരെ പരിഗണിച്ചിട്ടേ ഇല്ല. എന്തായാലും ആ നിലയ്ക്കുള്ളൊരു പുനർവായന ഭരണഘടനയ്ക്കും ആവശ്യമാണ്. അവസാനമായി നമുക്ക് ഭരണഘടന നൈതികതയിലേക്കും, ഭരണഘടന പറയുന്ന സാഹോദര്യം എന്ന വാക്കാണ് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്. കാരണം അംബേദ്കർ പറയുന്നുണ്ട് ഫ്രട്ടേണിറ്റി ഈസ് ദ റൂട്ട് ഓഫ് ഡെമോക്രസി. ഇക്വാലിറ്റിക്ക് ഫ്രട്ടേണിറ്റി ഇല്ലെങ്കിൽ ഇക്വാലിറ്റിക്ക് അർത്ഥമില്ല. ഫ്രട്ടേണിറ്റി ഇല്ലെങ്കിൽ ലിബർട്ടിക്ക് അർത്ഥമില്ല. അതുകൊണ്ടാണ് ഇൻ എ ഡെമോക്രസി വേർ ഇക്വാലിറ്റി ഡസൻ ഡിസ്ട്രോയ് ദ സ്കോപ്പ് ഓഫ് ലിബർട്ടി ആൻഡ് ലിബർട്ടി ഡസ് നോട്ട് ഡിസ്ട്രോയ് ദ സ്കോപ്പ് ഓഫ് ഇക്വാലിറ്റി വേർ ബിക്കോസ് അറ്റ് ദ ബേസ് ദർ ഈസ് ഫ്രട്ടേണിറ്റി. അതുകൊണ്ട് സാഹോദര്യത്തിന്, സമത്വത്തിന് സാഹോദര്യത്തെ ഡൈവേഴ്സ് ചെയ്യാൻ പറ്റില്ല. സ്വാതന്ത്ര്യത്തിന് സമത്വത്തെയും ഡൈവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. തിരിച്ച് സാഹോദര്യത്തിന് ഇവർ രണ്ടുപേരും ഡൈവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഇടയിൽ കാവൽക്കാരനെ പോലെ സാഹോദര്യം എന്ന വികാരം വേണം. ആ സാഹോദര്യത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ, ഫ്രട്ടേണിറ്റിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ, ഭരണഘടനയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ, ഭരണഘടനാ നൈതികയിലൂന്നിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നാഷണാലിറ്റിയിലേക്ക് ചേർന്ന് നിൽക്കാൻ ഇന്ത്യക്കാരന്, മലയാളിക്ക്, നമുക്ക് കഴിയണം. ആ കഴിയുന്ന കാലത്ത് മാത്രമേ ഇതിനൊക്കെ പരിഹാരമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.